ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वप्रदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्ण पादान् सगणललिता श्रीविशाखान्वितं हे कृष्णा करुणा सिंधु दीनबंधो जगत्पते गोपेश गोपिका कांद राधा कांदा नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छा कल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिन्निति नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभो नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तत्भक्ताय नमो नमः। हरे कृष्ण हरि ओम तत्सत्. അപ്പോൾ നമ്മൾ ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് അധ്യായം 7 അല്ല സോറി അധ്യായം 3 അല്ലേ? അധ്യായം 3 ടെക്സ്റ്റ് 28 അല്ലേ? അല്ല പ്രഭുജി, 13 അല്ലേ എടുക്കാന്? 13 കഴിഞ്ഞില്ലേ? ഞാൻ 7 12 3 13 കഴിഞ്ഞാ? 13 അല്ലേ എടുക്കാന്? 12 12 ആണോ? ആ, നെക്സ്റ്റ് 12. സോ ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് അധ്യായം 3 ശ്ലോക 12 അല്ലേ? അതെ, വലിയ ശ്ലോകമായ കാരണം അവിടെ വെച്ചു. പിന്നെ അല്ല, വലിയ ഭാവാർത്ഥായ കാരണം. ഓക്കെ. അപ്പോൾ ടെക്സ്റ്റ് 12 ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാ ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാ ദാസ്യന്തേ യജ്ഞഭാവിതാ അസുരേ തൈർദത്താൻ അപ്രദായേഭ്യോ തൈർദത്താൻ അപ്രദായേഭ്യോ യോ ഭുങ്ക്തേ സ്തേന ഏവ സഹ ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാ ദാസ്യന്തേ യജ്ഞഭാവിതാ തൈർദത്താൻ അപ്രദായേഭ്യോ യോ ഭുങ്ക്തേ സ്തേന ഏവ സഹ. ധന്യമാതാജി വായിക്കാൻ പറ്റുമെന്ന്? ശ്ലോകം 12 ഉണ്ടോ? അവിടെ ഇല്ലേ? ഓക്കെ, എന്നാ സന്ധ്യ മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാ ദാസ്യന്തേ യജ്ഞഭാവിതാ തൈർദത്താൻ അപ്രഥായേഭ്യോ യോ ഭുങ്ക്തേ സ്തേന ഏവ സാ. സ്മിത മാതാജിക്ക് വായിക്കാൻ പറ്റുമോ? വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചോളൂ. ഹരേ കൃഷ്ണ. കൃഷ്ണ. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാ ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാ
दास्यन्ते यज्ञभाविताः दास्यन्ते दास्यन्ते यज्ञभाविताः तैर्दत्तान अप्रदायेभ्यो तैर्दत्तान् अप्रदायेभ्यो यो भुङ्क्तेस्तेन एव सा यो यो भुङ्क्ते भुङ्क्ते तेन एव सा. ഹരേ കൃഷ്ണ. ധന്യമാതാജിന്റെ അവിടെ ഇല്ല. ഓക്കെ. അപ്പൊ എന്തായാലും പ്രദീപ് പ്രഭു ട്രാൻസ്ലേഷൻ വിവർത്തനമായി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജീവിതത്തിൽ വിവിധങ്ങളായ ആവശ്യങ്ങളുടെ ചുമതല വഹിക്കുന്ന ദേവന്മാർ യജ്ഞത്താൽ സന്തുഷ്ടരായി ആവശ്യ വിഭവങ്ങളെല്ലാം മനുഷ്യർക്ക് നൽകും. ഈ അനുഗ്രഹങ്ങളെ ആ ദേവന്മാർക്ക് തിരിച്ച് സമർപ്പിക്കാതെ മുഴുവനും ആസ്വദിക്കുന്നവൻ ചോരൻ തന്നെയാണ്. ഓക്കെ. ഹരിബോൾ. ഹരേ കൃഷ്ണ. In charge of the various necessities of life, the demigods, being satisfied by the performance of yajna, sacrifice, will supply all necessities to you. But he who enjoys such gifts without offering them to the demigods, in return is certainly a thief. Okay. അതായത് നമ്മള് ഈ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങള് അനുഭവിക്കുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇതിനെല്ലാം നമ്മൾ കടപ്പെട്ടവരാണ്. ഗ്രാറ്റിറ്റ്യൂഡ്, താങ്ക്സ്, നന്ദി പ്രകടിപ്പിക്കണം. സാധാരണ ചെയ്യാറുണ്ടോ? നമ്മളിപ്പോ തിരക്ക് കൂടെ പോവാണ്, ഒരാളെ അറിയാണ്ട് തട്ടി, ഉടനെ നമ്മൾ എന്ത് പറയും? സോറി ഇട്ടത് പറയും അല്ലേ? നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു അസൗകര്യം ഉണ്ടാക്കുമ്പോൾ ഉടനെ നമ്മൾ സോറി പറയും. എന്തെങ്കിലും നമുക്ക് നമ്മുടെ പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പെന്ന് വീണു താഴെ, അത് കണ്ട ആള് ഒന്ന് എടുത്തു തന്നു, നമ്മൾ എന്ത് പറയും? താങ്ക്സ് ടോ അല്ലേ? ഇതെല്ലാം നമ്മുടെ ഒരു എറ്റിക്കേറ്റ് ആണ്. താങ്ക്സ്, സോറി. അപ്പൊ നമ്മള് ഒരാളുടെ നിന്ന് സേവ സ്വീകരിക്കുമ്പോൾ അപ്പൊ ഒരു ജനറൽ എറ്റിക്കേറ്റ് ആണ് ഒരു താങ്ക്സ് പറയുക, ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ഒരു നന്ദി പ്രകടിപ്പിക്കുക. വലിയ ചെറിയ കാര്യങ്ങൾ. അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തിന് വേണ്ടുന്ന ഈ എല്ലാ കാര്യങ്ങളും, ലൈറ്റ്, വെള്ളം, വായു, ഇങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും, ഈ പ്രകൃതിയിൽ കിട്ടുന്ന മിനറൽസ് ഒക്കെ, നദികൾ തരുന്ന ഒരുപാട് കാര്യങ്ങള്, പിന്നെ അതേപോലെ ധാന്യങ്ങള്, പച്ചക്കറികള്, ഇതെല്ലാം നമ്മുടെ സസ്റ്റൻസിന്, നമ്മുടെ ജീവിതത്തിന് അത്യാവശ്യമാണ്. ഇതെല്ലാം നമ്മൾ എന്താണ് ചെയ്യുന്നത്? വി ടേക്ക് ഇറ്റ് ആസ് ഗ്രാൻഡഡ്. ഇതൊക്കെ നമുക്ക് വേണ്ട, അതായത് നമുക്ക് കിട്ടാൻ അർഹത ഉള്ളവരാണ്. പക്ഷെ അതിനോട് നമുക്ക് അങ്ങോട്ട് യാതൊരു കടപ്പാടും ഇല്ല എന്നുള്ള ഇതിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. പക്ഷെ എല്ലാവരോടും നമ്മൾ കടപ്പെട്ടവരാണ്. അപ്പൊ ഇവരോടൊക്കെ ഒരു താങ്ക്സ് പറയണം. ആ താങ്ക്സ് എങ്ങനെ പറയാ? സാക്രിഫൈസ്, യജ്ഞങ്ങളാണ് അല്ലെ? ആ യജ്ഞം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്താണ്? മോഷ്ടാക്കളാണെന്ന് പറയുന്നത്. എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നു, ഇതെല്ലാം അനുഭവിക്കുന്നു, പക്ഷെ നമ്മൾ ഇൻ റിട്ടേൺ ഒരു താങ്ക്സ്, ഒരു നന്ദിയും കൂടി പ്രകടിപ്പിക്കുന്നില്ല. അപ്പൊ ആരാണ് അതൊക്കെ തരുന്നത്? ദേവന്മാര്. ഓരോ കാര്യങ്ങളും തരുന്നത് ദേവന്മാരാണ്. ഇതിനെ ഈ ദേവന്മാർക്ക് ഇതിന് അതോറിറ്റി ആരാ കൊടുത്തിരിക്കുന്നത്? ഭഗവാൻ. അപ്പൊ ചില ആൾക്കാർ ചോദിക്കും, എന്തുകൊണ്ടാണ് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലുള്ള ആൾക്കാരെ ദേവന്മാരെ പൂജിക്കാത്തത്? അവരുടെ പ്രീതിക്ക് വേണ്ടി എന്തുകൊണ്ടാണ് യജ്ഞം ചെയ്യാത്തത്? ഇത് കാരണം ഇത് നമ്മളൊരു ഇനീഷ്യൽ സ്റ്റെപ്പാണ്. കർമ്മയോഗത്തിൽ പെടും. കർമ്മയോഗം, ജ്ഞാനയോഗം, ധ്യാനയോഗം, ഭക്തിയോഗം. അപ്പൊ കർമ്മയോഗത്തില് ആ ഗുണത്തിൽ ജീവിക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും ഇത് ചെയ്യണം. കാരണം ഭഗവാനിലെ സർവകാരണകാരണക്കാരനായിട്ടുള്ള ആ ഭഗവാനിന്റെ ഭക്തി മാർഗത്തിൽ അദ്ദേഹം എത്തിയിട്ടില്ല. അതിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഭഗവാനെ സമ്പൂർണമായിട്ടും നമ്മൾ സമർപ്പണ ഭാവത്തോടു കൂടി സേവ ചെയ്യുകയാണെങ്കിൽ ഈ ചെറിയ കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഉദാഹരണത്തിന് നമുക്ക് ഇവിടുത്തെ സ്റ്റേറ്റിലെ ഹരിബോൾ, വൺ സെക്കൻഡ്. ഹലോ. അപ്പോ ഭക്തി മാർഗത്തിലെത്തി ഭഗവാൻ ശ്രീകൃഷ്ണനെ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ സമർപ്പണം ചെയ്യുകയാണെങ്കിൽ
അപ്പം നമുക്കിതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ 1-ാം ക്ലാസ് കഴിഞ്ഞു, 2-ാം ക്ലാസ് കഴിഞ്ഞു, 3-ാം ക്ലാസ് കഴിഞ്ഞു, അങ്ങനെ നമ്മൾ പഠിച്ചിട്ട് ഗ്രാജുവേഷനായി. ആ ഒരു ഗ്രാജുവേറ്റ് ആയിട്ടുള്ളൊരു വ്യക്തി വീണ്ടും 1-ാം ക്ലാസ്സിൽ പോയിട്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പം ഇത് തുടക്കക്കാർക്ക് ഭക്തിയിൽ പൂർണ്ണമായിട്ടുള്ള ആ ഒരു ഉന്നത തലത്തിൽ എത്താത്ത ആൾക്കാർക്ക് തീർച്ചയായിട്ടും ആവശ്യം. പക്ഷെ ഭഗവാനെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു ചീഫ് മിനിസ്റ്ററെ അറിയാം, നമ്മളുടെ വേണ്ടപ്പെട്ടവളാണ്. ഓക്കെ, അപ്പോൾ ആ ചീഫ് മിനിസ്റ്ററെ നമ്മൾ അത്രയും ബന്ധമുണ്ടെങ്കിൽ നമ്മൾ സാധാരണ മിനിസ്റ്ററുടെ വഴി കൂടെ നമുക്ക് വരേണ്ട ആവശ്യമില്ല ചീഫ് മിനിസ്റ്ററെ കാണാൻ. നമ്മൾ നേരിട്ട് അദ്ദേഹത്തിനെ വിളിച്ച് ഒരു അപ്പോയിൻമെൻറ്റ് എടുത്ത് നമുക്ക് പോയി കാണാൻ പറ്റും. ഈവൻ നമ്മളുടെ ബന്ധം അത്രയും കൂടുതലാണെങ്കിൽ അപ്പോയിൻമെൻറ്റ് കൂടി എടുക്കേണ്ട ആവശ്യമില്ല, എപ്പോൾ വേണമെങ്കിൽ നമുക്ക് പോയിട്ട് കാണാൻ പറ്റും. മറ്റെന്താ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് സെക്രട്ടറി അല്ലെങ്കിൽ മറ്റുള്ള മിനിസ്റ്റേഴ്സിനെ വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് അവർ പറയുന്ന സമയത്ത് പോകണം. അപ്പോൾ ഇതാണ് വ്യത്യാസം. അപ്പോൾ ഇവിടെ ഇത് ചെയ്യണം. ആര് ചെയ്യണം? ഈ ഗുണത്തിലുള്ള ആൾക്കാർ, ഈ തലത്തിലുള്ള ആൾക്കാർ ചെയ്യണം. നമ്മളും ചെയ്തു വന്നതാണ്. നമ്മളെ പല ജന്മങ്ങളിലും ഇതെല്ലാം ചെയ്ത് വന്ന് അവസാനം നമ്മൾ ഭക്തിമാർഗത്തിൽ ഭഗവാനെ പൂർണ്ണമായിട്ട് സമർപ്പണം ചെയ്യാനുള്ള ആ തലത്തിൽ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്താണ് മോഷ്ടാക്കളാണ്. ഇതെല്ലാം അനുഭവിക്കുന്നു, തിരിച്ചൊന്നുമില്ല. അപ്പൊ നമ്മൾ ഭഗവാന്റെ ഭഗവത് സേവനം ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മൾ നന്ദി പ്രകടിപ്പിക്കുകയാണ്, ഇത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ മോഷ്ടാക്കളല്ല. നമുക്കറിയാം ഇതെല്ലാം അനുഭവിക്കുന്നു, ഭഗവാൻ തന്നതാണ്. അപ്പൊ അത് വേണ്ടുന്ന പ്രകാരം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, ദുരുപയോഗം ചെയ്യാൻ പാടില്ല. നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പൊ ഒരു ഭക്തന്മാർക്ക് ഇതിന്റെ ആവശ്യമില്ല, എത്രയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് സിസ്റ്റമാറ്റിക്കലി ഭഗവാൻ കർമ്മയോഗ, ധ്യാനയോഗ, ജ്ഞാനയോഗ, ഭക്തിയോഗ. അപ്പൊ എല്ലാ ചാപ്റ്ററിലും എസ്പെഷ്യലി പ്രഭുപാദ ഊന്നി പറയുന്ന കാര്യം എന്താണ്? എല്ലാം കൊണ്ടുവന്ന് അവസാനം ഭക്തിയോഗത്തിൽ കൊണ്ടു. അപ്പൊ അതാണ് അവസാനത്തെ ആ ഒരു ശ്ലോകത്തിലും അർജുനനോട് ഭഗവാൻ പറയുന്നത്. ഇതെല്ലാം പറഞ്ഞിട്ട് കർമ്മയോഗം പറഞ്ഞു, ജ്ഞാനയോഗം പറഞ്ഞു, ധ്യാനയോഗം പറഞ്ഞു, ഇതെല്ലാം പറഞ്ഞിട്ട് എന്താണ് പറയുന്നത്? സർവധർമാൻ പരിത്യജ്യ. അതായത് ഇങ്ങനത്തെ ഈ ഓർഡിനറി ആയിട്ടുള്ള സാമാന്യമായിട്ടുള്ള ധർമ്മങ്ങളെല്ലാം വിടൂ. മാമേകം ശരണം രജ, എന്നെ മാത്രം ശരണം പ്രാപിക്കൂ. അങ്ങനെ ശരണം പ്രാപിക്കുകയാണെങ്കിൽ എന്താണ്? നമ്മുടെ എല്ലാ പാപകർമ്മങ്ങളിൽ നിന്നും നമ്മൾ മുക്തരാകും. അതാണ് പറയുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നത് തെറ്റല്ല, പക്ഷെ ഒരു ഭക്തനെ സംബന്ധിച്ചോളം അതിൻ്റെ ആവശ്യമില്ല. ഒരു ഭക്തനെ സംബന്ധിച്ചോളം അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. നോക്കാം. The demigods are authorized supplying agents on behalf of the Supreme Personality of Godhead, Vishnu. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ദേവതമാരെല്ലാം ഭഗവാന്റെ ഓത്തറൈസ് സപ്ലൈയിങ് ഏജൻസ് ആണ്, അല്ലേ? അതായത് വായു, ചന്ദ്രൻ, സൂര്യൻ, വരുണ, അഗ്നി, ഇവരെല്ലാം സരസ്വതി, ലക്ഷ്മി, ഇവരെല്ലാം ഓത്തറൈസ്ഡ് സപ്ലൈയിങ് ഏജന്റ് ആണ്. നമ്മളുടെ കർമ്മത്തിന്റെ അനുസരിച്ചിട്ട് നമുക്ക് വേണ്ടുന്നവർ തരും. വിഷ്ണു ഭഗവാൻ അല്ലെങ്കിൽ കൃഷ്ണ ഭഗവാൻ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഏജൻസ് ആണ് അവരെല്ലാം. എംപവേർഡ് പേഴ്സണാലിറ്റീസ് ആണ്. Therefore, they must be satisfied by the performance of prescribed യജ്ഞാസ്. അവരെ ശരിക്കും തൃപ്തിപ്പെടുത്തന്നെ വേണം നമ്മൾ യജ്ഞങ്ങൾ ചെയ്തിട്ട്. In the Vedas, there are different kinds of യജ്ഞാസ് prescribed for different kinds of demigods, but all are ultimately offered to the Supreme Personality of God. അപ്പോൾ നമ്മൾ വേദങ്ങളിലെ ഒരുപാട് തരത്തിലുള്ള യജ്ഞങ്ങളെ ഓരോ ദേവീദേവന്മാരെയും തൃപ്തിപ്പെടുത്താനുള്ള ആ യജ്ഞങ്ങൾ പറഞ്ഞതുണ്ട്. ഓക്കെ, പക്ഷെ അൾട്ടിമേറ്റ്ലി ഈ യജ്ഞങ്ങൾ ചെയ്യുന്നത് ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ്? ഭഗവാൻ വിഷ്ണുവിനെ. അപ്പൊ യജ്ഞപുരുഷൻ ആരാണ്? വിഷ്ണുവാണ്. So for one who cannot understand what the personality of Godhead is, sacrifice to demigod is recommended. See, അപ്പൊ ഇത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. For one who cannot understand what the personality of Godhead is, sacrifice to demigod is recommended. അപ്പൊ ആർക്കാണ് ഈ ഡെമിഗോഡ് വേർഷിപ്പ് റെക്കമെൻഡ് ചെയ്യുന്നത്? ഭഗവാനെ പറ്റി അറിയാത്ത ആൾക്കാർ, ഭഗവാന്റെ മഹത്വം അറിയാത്ത ആൾക്കാർ, ഭഗവാന്റെ പൊസിഷൻ, ഗ്രേറ്റ്നെസ് അറിയാത്ത ആൾക്കാരെ ഇത് ചെയ്യണം. മലയാളത്തിൽ എന്താണ് അത് എഴുതിയിരിക്കുന്നതെന്ന് വായിക്കും ഈ പർട്ടിക്കുലർ സെന്റൻസ്.
ഭഗവാന്റെ മഹാത്മ്യം അറിയാത്തവർക്കാണ് ദേവന്മാർക്കുള്ള യജ്ഞം വിധിച്ചിട്ടുള്ളത്. ആ ഭഗവാന്റെ മഹത്വം അറിയാത്ത ആൾക്കാർക്കാണ് ദേവന്മാരുടെ യജ്ഞം വിധിച്ചിട്ടുള്ളത്. അപ്പൊ ഭഗവാനെ പൂർണ്ണമായിട്ടും അറിയുന്ന, ഭഗവാന്റെ പൊസിഷൻ, ഭഗവാന്റെ മഹത്വം, ശ്രേഷ്ഠത ഇതെല്ലാം അറിയുന്ന ഒരു ഭക്തന് ഇതിന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മൾ തീരുമാനിക്കണം നമ്മൾ ഏത് തലത്തിലാണ്, എന്നിട്ട് നമ്മൾ ചെയ്യണം. എത്ര കാലം ഇത് കണ്ടിന്യൂ ചെയ്യും ദേവന്മാരുടെ യജ്ഞം? ഓക്കെ, എന്നും 8ാം ക്ലാസ്സിൽ ഇരുന്നാൽ മതിയോ? അല്ലെങ്കിൽ എന്നും 10ാം ക്ലാസ്സിൽ ഇരുന്നാൽ മതിയോ? നമ്മുടെ പ്രോഗ്രസ് ചെയ്യണ്ടേ? 10, 11, 12, പിന്നെ ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ, PhD, പോസ്റ്റ് ഡോക്ക്, ഇങ്ങനെ പോകണ്ടേ? നമ്മളെ ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നതേ. 1, 2, 3, 4 എല്ലാം കഴിഞ്ഞു. നമ്മളിപ്പോൾ ഗ്രാജുവേഷൻ ആ ലെവലിൽ എത്തിക്കഴിഞ്ഞു. വീണ്ടും ചെന്നിട്ട് 8ാം ക്ലാസ്സിൽ പോയിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു നാണക്കേടല്ലേ? അല്ലേ? എന്തൊന്നും മിണ്ടാതെ? എന്താ അതെ മംഗള? പ്രഭുജി. ഏ അതെ പ്രഭുജി. അതാണ് ഇവിടെ പറയുന്നത്. So according to the different material qualities of the persons concerned, different types of yajnas are recommended in the Vedas. Worship of different demigods is also on the same basis, namely according to different qualities. അതല്ല, അപ്പൊ ഈ വേർഷിപ്പിന്, ഈ യജ്ഞങ്ങള്, ഈ സാക്രിഫൈസസ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമ്മളുടെ ക്വാളിറ്റീസ്, ഗുണം. നമ്മൾ ഏത് ഗുണത്തിലാണോ സ്ഥിതി ചെയ്യുന്നത്, സത്വഗുണത്തിലാണെങ്കിൽ ഇന്ന രീതിയിൽ ഇന്ന ഡിമിഗോഡ്സ്, രജോ ഗുണത്തിലാണെങ്കിൽ ഇന്ന ദേവീദേവന്മാര്, തമോ ഗുണത്തിൽ ഇന്ന ആൾക്കാർ. അപ്പൊ ആ ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോരുത്തരും യജ്ഞങ്ങളോ അല്ലെങ്കിൽ ആരാധന ചെയ്യുന്നത്. സോ വർഷിപ്പ് ഓഫ് ഡിഫറെന്റ് ഡെമിഗോഡ്സ് ആൾസോ ഓൺ ദ ബേസിസ്, namely according to different qualities, guna. For example, the meat eaters are recommended to worship the goddess Kali, the ghastly form of material nature, and before the goddess the sacrifice of animals is recommended. അപ്പോൾ മത്സ്യമാംസം കഴിക്കുന്ന ആൾക്കാരെ സാധാരണ വിധി പ്രകാരം ആരെ പ്രാർത്ഥിക്കണം? കാളി ഉപാസകന്മാരാണ്. അതിൽ കുറെ നിയമങ്ങൾ പറയുന്നുണ്ട്, അത് പ്രകാരം ചെയ്യണം. നമ്മളുടെ മനസ്സ് പറയുന്ന പ്രകാരമല്ല, ആ വിധി പ്രകാരം ചെയ്യണം, എന്നാലേ കാര്യമുള്ളൂ. നമ്മള് അതിൽ പുതിയ നിയമങ്ങളൊന്നും ആഡ് ചെയ്യാനോ ഒന്നും പാടില്ല. ബട്ട് ഫോർ ദോസ് ഹു ആർ ഇൻ ദ മോഡ് ഓഫ് ഗുഡ്നെസ്, ട്രാൻസെൻഡന്റ് വർഷിപ്പ് ഓഫ് വിഷ്ണു ഇസ് റെക്കമെൻഡഡ്. അപ്പോൾ സത്വഗുണത്തിലെ ആൾക്കാരോ വിഷ്ണുവിനെ ആരാധിക്കണം, വിഷ്ണുവിന് യജ്ഞം കൊടുക്കണം. അപ്പൊ നമ്മൾ തീരുമാനിക്കണം, നമ്മൾ സത്വഗുണത്തിലാണോ, രജോ ഗുണത്തിലാണോ, തമോ ഗുണത്തിലാണോ. അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ എന്താണ്, നമ്മൾ തമോ ഗുണത്തിൽ നിന്നും രജോ ഗുണത്തിൽ നിന്നും സത്വഗുണത്തിലേക്ക് വരണമെങ്കിൽ നമ്മൾ വിഷ്ണുവിനെ ആരാധിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഗുണത്തിലേക്ക് നമ്മൾ ഉയരും. അല്ലാണ്ട് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് വിഷ്ണുവിനെ ഉപാസിക്കാൻ പറ്റില്ല. വിഷ്ണുവിനെ ഉപാസിച്ച് തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ലോവർ മോഡ്സിൽ നിന്ന് ഹയർ മോഡ്സിലേക്ക് പോകും. അല്ലേ? ഞാൻ പറയുന്നത്, ഇപ്പൊ നമ്മുടെ ഒരുപാട് ദുഷിച്ച ശീലങ്ങളുണ്ട്, ദുശ്ശീലങ്ങൾ. അത് നമുക്ക് മാറ്റിയെടുക്കണം. കാരണം നമ്മുടെ കമ്പനി അങ്ങനത്തെ കമ്പനിയാണ്. സിഗരറ്റ് വലിക്കുന്നതും മദ്യം കഴിക്കുന്നതും അങ്ങനത്തെ കമ്പനിയിലാണ് നമ്മൾ പെടുന്നത്. അപ്പൊ ഇതൊന്ന് എനിക്ക് എങ്ങനെയും ഒരു ചുട്കാര, അങ്ങനെ അതിന്ന് രക്ഷപ്പെടണം. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? സത്സംഗത്തിൽ പോകണം, നല്ല ആൾക്കാരുടെ സംഘത്തിൽ പോവുക. അപ്പോൾ അവരുടെ കൂടെ ഞാൻ കുറച്ച് ദിവസം താമസിക്കുകയാണെങ്കിൽ ഇതെല്ലാം മറന്ന്, ആ ദുശീലങ്ങളെല്ലാം മറന്ന്, ആ നല്ല ആൾക്കാരുടെ നല്ല ഗുണങ്ങളെ ഞാൻ പതുക്കെ പതുക്കെ സ്വീകരിക്കാൻ തുടങ്ങും. അപ്പൊ അതിന് ആരാണ് പ്രയത്നിക്കേണ്ടത്? നമ്മൾ പ്രയത്നിക്കണം. അപ്പൊ നമ്മൾ തമോ ഗുണത്തിൽ നിന്നും രജോ ഗുണത്തിൽ നിന്നും സത്വ ഗുണത്തിലേക്ക് പോകും. ഈവൻ നമുക്ക് ഭൗതിക ആഗ്രഹങ്ങൾ ഉണ്ടെന്ന് വെക്കുക, എങ്കിലും നമുക്ക് വിഷ്ണുവിനെ പ്രാർത്ഥിച്ചാൽ മതി. അതിന് നമ്മൾ മറ്റുള്ള ദേവീദേവന്മാരെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ഭൗതിക ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും കൂടി വിഷ്ണുവിനെ പ്രാർത്ഥിക്കുക. അപ്പോൾ മോഡ് ഓഫ് ഗുഡ്നെസ്സിലാണ്, സത്വഗുണത്തിലാണ് വിഷ്ണു വർഷിപ്പ്. അതാണ് റെക്കമെൻഡ് നമ്മുടെ ശാസ്ത്രങ്ങൾ. പിന്നെ നമ്മളുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ വളച്ചൊടിച്ച് പറയും, അത് വേറെ കാര്യം. അതിലൊന്നും കഴമ്പില്ല.
ഞാൻ എന്തെങ്കിലും എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ അതിന് കഴമ്പില്ല. ഇതെല്ലാം എൻ്റെ പേഴ്സണൽ കൺവീനിയൻസ് ആണ്, എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. പക്ഷേ വേദങ്ങളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ശാസ്ത്രം എന്താണ് റെക്കമെൻഡ് ചെയ്യുന്നത്, അത് നമ്മൾ ചെയ്യണം. പ്രഭുപാദ് ഒരിക്കലും തൻ്റെ പർപ്പോട്ടിൽ പറഞ്ഞിട്ടില്ല ദിസ് ഈസ് മൈ ഒപ്പീനിയൻ, ഐ തിങ്ക് സോ, ഐ ഫീൽ സോ, ഒരിക്കലും പറഞ്ഞില്ല. എവിടെയെങ്കിലും നിങ്ങൾ പ്രഭുപാദ എഴുതി കാണില്ല ഐ തിങ്ക് സോ എന്ന്. പ്രഭുപാദ യെസ്, ഇതാണ് ശാസ്ത്രങ്ങൾ പറഞ്ഞിരിക്കുന്നത്, ഇതാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് എന്നേ പറയുള്ളൂ. പക്ഷെ നമ്മൾ പറയുമ്പോൾ ഇത് എൻ്റെ ഒപ്പീനിയനാണ്, ഐ തിങ്ക് സോ, കാരണം നമുക്ക് ഉറപ്പില്ല. അപ്പൊ എന്താണ് വിധി പ്രകാരം ചെയ്യേണ്ടത്, അത് നമ്മളുടെ ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് പ്രകാരം നമ്മൾ ചെയ്യണം. ഇപ്പോൾ നമ്മൾ 10 പേരുണ്ട്, 10 ഒരു കാര്യത്തിന്റെ ഒരു ഒപ്പീനിയൻ ചോദിച്ചാൽ 10 അഭിപ്രായങ്ങൾ വരും. ഞാൻ ശ്യാമള മാധേജിയുടെ ഒരു കാര്യം ചോദിക്കുകയാണ്. അപ്പോൾ ശ്യാമള മാധേജി എനിക്ക് തോന്നുന്നത് എന്താ പറയുക, എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ്. പ്രദീപ് പ്രഭുവിനോട് ചോദിക്കുകയാണ്, പ്രഭു പറയും എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ്. സന്ധ്യ മാധേജി പറയും എനിക്ക് തോന്നുന്നു. അങ്ങനെ ഓരോരുത്തരും എനിക്ക് തോന്നുന്നത് പറയും. അത് ശരിയാവാം, ശരിയാവാതിരിക്കാം. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത്, അപ്പോൾ നമ്മളുടെ കൂട്ടത്തിലെ ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിന് ശാസ്ത്രം ഇതിന്റെ വിധി അറിയാം. അദ്ദേഹത്തിനോട് ചോദിക്കുക, പ്രഭു അല്ലെങ്കിൽ മാതാജി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, ഈ ഒരു കേസിൽ ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ പെരുമാറണം? അപ്പൊ ആ പ്രഭു അല്ലെങ്കിൽ മാതാജി പറയുക, അതായത് ശാസ്ത്രം ഇതാണ് പറയുന്നത്, ഇതാണ് ശരി, ഇതാണ് അതിന്റെ വിധി. പിന്നെ ഇനി നിങ്ങളുടെ ചോയ്സ് ആണ്, നിങ്ങളുടെ ഫ്രീഡമാണ്, അത് ചെയ്യണോ ചെയ്യാണ്ടേന്ന്. പക്ഷെ ശാസ്ത്രം ഇതാണ് പ്രതിപാദിക്കുന്നത്, അതുകൊണ്ട് ഇത് ചെയ്താൽ നിങ്ങൾക്ക് അതിനുള്ള വിജയം കൈവരിക്കാൻ പറ്റും എന്ന് പറയും. അപ്പൊ നമ്മൾ ആരെ ഫോളോ ചെയ്യണം? ശ്യാമള മാതാജി അല്ലെങ്കിൽ എന്നെ അല്ലെങ്കിൽ സന്ധ്യ മാതാജി അല്ലെങ്കിൽ പ്രദീപ് പ്രഭുവിനെ, അവരുടെ അഭിപ്രായത്തിനെ ഫോളോ ചെയ്യുന്നു, അതോ ശാസ്ത്രത്തിൽ പറയുന്നത് ഫോളോ ചെയ്യണോ? ആരെ ഫോളോ ചെയ്യണം? ശാസ്ത്രം. അപ്പൊ നമുക്ക് ഓക്കെ, ശാസ്ത്രത്തിന് അങ്ങനെ പറയെങ്കിൽ ആ പ്രഭു അല്ലെങ്കിൽ മാതാജി കാണിച്ചു തരും എവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ചോദിക്കാം, തീർച്ചയായിട്ടും ചോദിക്കാം, അല്ലേ? അപ്പൊ നമുക്ക് ഭഗവത്ഗീതയോ ഭാഗവതോ അല്ലെങ്കിൽ അതിൻ്റെ റെസ്പെക്റ്റീവ് ഗ്രന്ഥത്തിലുള്ള ആ ശ്ലോകം കോട്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കാം. അപ്പൊ നമുക്ക് ഒരു കൺവിക്ഷൻ വരും, ആ ശരിയാണ്, ഈ മാതാജി അല്ലെങ്കിൽ പ്രഭു പറഞ്ഞ് ശരിയാണ്, അതാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഓരോരുത്തരുടെ മനസ്സിൽ വരുന്നതല്ല ചെയ്യേണ്ടത്. അഭിപ്രായങ്ങൾ 10 പേരുണ്ടെങ്കിൽ 20 അഭിപ്രായം വരും, ഇല്ലേ? അത് നമ്മൾ വയ്ക്കേണ്ട. അത് ശരിയാവാം, ശരിയാവാതിരിക്കാം. പക്ഷെ നമ്മൾ എന്താണ് ഫോളോ ചെയ്യേണ്ട? ശാസ്ത്രം. ഗുരു, അതാണ് ഗുരു സാധു ശാസ്ത്ര. അപ്പൊ നമ്മളുടെ ഈ ഒരു രീതിയില് വളരെ പെർഫെക്റ്റ് ആണ്. ഗുരു എന്താ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഗുരുക്കന്മാരുണ്ട്. നമ്മളെ ആ ഒരു വ്യക്തിയെ ഗുരുവായിട്ട് സ്വീകരിക്കാനുള്ള കാരണങ്ങളുണ്ട്, അതിനുള്ള ക്വാളിഫിക്കേഷൻ അദ്ദേഹത്തിനുണ്ട്. നമ്മളെ നേർവഴിക്ക് നയിക്കാനുള്ള ക്വാളിഫിക്കേഷൻ അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആ ഗുരുവിനെ സ്വീകരിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പൊ ആ ഗുരുവിന്റെ ശിക്ഷണത്തില് നമ്മൾ ജീവിക്കണം. ഗുരു എന്ത് ചെയ്യുന്നു? ഗുരു ശാസ്ത്രത്തിന്റെ ആധാരത്തിലാണ് ഇതെല്ലാം പഠിച്ച് സ്വയം അത് ആചരിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്. ആ സാധു ആചാര്യന്മാരുടെ ആ സാധു ആരെ ആസ്പദമാക്കിയിട്ടാണ്? ശാസ്ത്രത്തിനെ ആസ്പദമാക്കിയിട്ട്. അപ്പൊ ഇതാണ് നമ്മളുടെ ലൈന്, അതായത് ഗുരു സാധു ശാസ്ത്ര. GPS അല്ല, GSS. നമ്മളൊരു സ്ഥലത്ത് എത്തണമെങ്കിൽ GPS ഉപയോഗിക്കും, അല്ലേ? അത് നമ്മളെ വഴികാട്ടി. ഇവിടെ നമുക്ക് GSS ആണ്, അല്ലെങ്കിൽ GPS പറയാം, ഗുരു പൊസിഷനിങ് സിസ്റ്റം എന്ന് പറയാം, അല്ലെങ്കിൽ ഗുരു സാധു ശാസ്ത്ര. അപ്പൊ അങ്ങനെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് യാതൊരു പ്രശ്നം വരില്ല. അപ്പോൾ സത്വഗുണത്തിലേക്ക് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ വിഷ്ണുവിൻ്റെ എക്സ്പാൻഷൻസ് ആയിട്ടുള്ള അവതാരങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ബട്ട് അൾട്ടിമേറ്റ്ലി ഓൾ യജ്ഞാസ് ആർ മെന്റ് ഫോർ ഗ്രാജ്വൽ പ്രൊമോഷൻ ടു ദ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഈവൻ തമോ ഗുണത്തിലുള്ള യജ്ഞയും രജോ ഗുണത്തിലുള്ള യജ്ഞയും എല്ലാം പതുക്കെ പതുക്കെ ഗ്രാജ്വലി എവിടേക്ക് കൊണ്ടുപോകണം? നമ്മളെ സത്വഗുണത്തിലേക്ക് കൊണ്ടുപോകണം. അങ്ങ് കൊണ്ടുപോകാത്ത യജ്ഞങ്ങൾ യാതൊരു കാര്യമില്ല. ഞാൻ പറയുന്നില്ലേ, 1ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? 2ാം ക്ലാസ്സിൽ പോകാൻ വേണ്ടിയിട്ട്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്നത് 3ാം ക്ലാസ്സിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് എന്നും 1ാം ക്ലാസ്സിൽ തന്നെ ഇരുന്നാൽ കാര്യം എന്താണ്? മംഗളമാതാജി എന്താണ്? ഹരേ കൃഷ്ണ പ്രഭു, ഇവിടെ ഗുരു സാധു എന്ന് പറയുന്നത് ഗുരുവിന്റെ മുകളിലുള്ള
സന്യാസി വര്യന്മാരാണ്. ആചാര്യന്മാര്, ആ ശരി. ആചാര്യന്മാർ, മഹാജനങ്ങൾ, ആചാര്യന്മാർ. ഇപ്പോ പ്രഭുപാദ ആചാര്യനാണ്. നമ്മുടെ ഇസ്കോണിലെ നമ്മുടെ ആചാര്യൻ ആരാണ്? പ്രഭുപാദ. പ്രഭുപാദ ഈസ് ദ പ്രീ എമിനന്റ് ആചാര്യ ഫോർ ഓൾ ടൈം ടു കം. ഇസ്കോൺ എത്രത്തോളം കാലം ഇവിടെ ഉണ്ടായിരിക്കുമോ ഈ ഭൂമുഖത്ത്? പറഞ്ഞ ഭക്തന്മാരല്ലേ പ്രഭു? എന്താണ്? ഭക്തന്മാരല്ലേ പറഞ്ഞത്? അവരെല്ലാം ഭക്തന്മാരാണ്. നമ്മളൊക്കെ ഭക്തന്മാരാണ്. ഡിഫറെന്റ് വേരിയിങ് ഗ്രേഡിലുള്ള ഭക്തന്മാരാണ്. നമ്മളും ഭക്തന്മാരാണ്. ആചാര്യൻ എന്ന് പറഞ്ഞാൽ ആചരിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും. ആചാര്യം ആചരിച്ച് കാണിക്കുന്നു. വൺ ഹു ടീച്ചേഴ്സ് ബൈ എക്സാമ്പിൾസ്. ആചരിച്ച് കാണിക്കുന്ന ആളാണ് ആചാര്യൻ. ഈ തമോ ഒരു മിനിറ്റ്, തമോ ഗുണത്തില് രജോ ഗുണത്തിലൊക്കെ അവരിങ്ങനെ അവരുടേതായ രീതിയിൽ ഇങ്ങനെ കഴിയുമ്പോ അവർക്ക് അറിയണില്ലല്ലോ ഏതാണ് ശരി എന്നുള്ളത്. അതിനാണ് നമ്മൾ ഗുരുവിനെ സ്വീകരിക്കണം എന്ന് പറയുന്നത്. അല്ല, അവർക്ക് ആ ഒരു ഗുരു അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാലും അപ്പൊ അതിന് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ. ഒന്നുകിൽ നമുക്ക് അതിനുള്ള ആ കർമ്മം ഉണ്ടായിരിക്കണം, സുഹൃതി ഉണ്ടായിരിക്കണം, ഇത് അക്സെപ്റ്റ് ചെയ്യാം. അതാണ് ആ സുഹൃതി ഉണ്ടായിരിക്കണം. പിന്നെ ചോയ്സ് ഉണ്ട്. ഓക്കെ, ഒരാളിപ്പോ എന്നോട് കാര്യം പറഞ്ഞു, ഞാൻ ഇപ്പൊ എന്തെങ്കിലും തെറ്റായിട്ടുള്ള രീതിയിൽ പോവാണ്. അപ്പൊ പ്രഭു എന്നോട് പറയാം, പ്രഭു ഇത് ശരിയല്ല കേട്ടോ, പ്രഭുവിന്റെ പോക്ക് അത്ര ശരിയല്ല, ഇത് നാശത്തിലേക്കേ ഉള്ളൂ. അപ്പൊ പ്രഭുവും ഞാനും തമ്മിലുള്ള ആ ഒരു ഇക്വേഷൻ, ഒരു ബന്ധം വെച്ചിട്ട് ഞാൻ പ്രഭുവിനെ കേൾക്കുന്ന ആ ഒരു റിലേഷൻ വെച്ചിട്ട് ഞാൻ പ്രഭു പറഞ്ഞ് കേട്ടാൽ എനിക്ക് എന്താണ് നല്ലതാണ്. അപ്പൊ ചോയ്സ് ഉണ്ട് എനിക്ക്, അതിനുള്ള ഫ്രീഡം എനിക്കുണ്ട്. ആ ഫ്രീഡം നമ്മൾ എക്സസൈസ് ചെയ്യണം. അപ്പൊ മാതാജി വേറൊരു മാതാജിയോട് പറയാണ്, മാതാജി നിങ്ങൾ അവിടെയും പോകുന്നു, ഈ ടെമ്പിളിലും അവിടെയും പോകുന്നു, അത് ചെയ്യുന്നു, ഒരു കൺസിസ്റ്റൻസി ഇല്ല മാതാജി ചെയ്യുന്നത്. ഇതാണ് കലികാലത്തിൽ പറഞ്ഞിരിക്കുന്നത്, നാമജപമാണ് പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി നല്ലതാണ് നിങ്ങളുടെ ആധ്യാത്മിക ഉന്നമനത്തിന്. അപ്പൊ മാതാജിയും മറ്റേ മാതാജിയും തമ്മിലുള്ള ആ ഒരു വടികൾ ജെല്ലിങ്, ഓക്കെ, ഒരു വേവ് ലെങ്ത് നോക്കിയിട്ട് ആ മാതാജി പറയുന്നത് കേൾക്കാം, കേൾക്കാതിരിക്കാം. കേട്ടാൽ ആർക്കാണെന്നല്ല അവർക്ക് നല്ലത്. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കാനേ പറ്റൂ, ഞെക്കി പഠിപ്പിക്കാൻ പറ്റില്ല. നമുക്ക് പറഞ്ഞു കൊടുക്കാം. അത് സ്വീകരിക്കണോ സ്വീകരിക്കേണ്ട അത് മറ്റുള്ള ആള് തീരുമാനിക്കണം. സ്വീകരിച്ചാൽ അവർക്ക് നല്ലത്. കാരണം ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് നിങ്ങൾ വേറെ വല്ലവർക്കും പറയുന്നു. ഒരു പേഴ്സണൽ അജണ്ട ഇല്ല ഉണ്ടോ? നിങ്ങൾക്ക് ഞാൻ ഈ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു മില്യണർ ആവാം, അങ്ങനത്തെ ഒരു അജണ്ട വെച്ചിട്ടാണോ ഞാൻ ക്ലാസ് എടുക്കുന്നതല്ല. എനിക്ക് ക്ലാസ് എടുത്ത ആൾക്കാരും അങ്ങനെയല്ല. എല്ലാം നിസ്വാർത്ഥ ഭാവത്തോടെയാണ് എല്ലാം ചെയ്യുന്നത്. ഇത് ഒരാൾക്കെങ്കിലും പറഞ്ഞു കൊടുത്ത് അവരെങ്കിലും രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് പേരും പ്രശസ്തിക്കും അല്ലെങ്കിൽ ഒരാളുടെ നോളജ് പ്രകടിപ്പിക്കാനൊന്നുമല്ല. നമ്മളെല്ലാം അങ്ങനെ വന്നിരിക്കുന്നത്. എനിക്ക് അറിയാത്ത എൻ്റെ സീനിയേഴ്സ് എനിക്ക് പറഞ്ഞു തന്നു, എനിക്കത് ഗുണപ്രദമായി. അപ്പൊ ഞാനത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, നിങ്ങളത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ അൺബ്രോക്കൺ ചെയിൻ ഓഫ് ഡിസിപ്ലിൻ സക്സഷൻ, അതാണ് വേണ്ടത്. ഇത് നമ്മൾ ഇവിടെ വെക്കല്ല. നമുക്കത് ഞാൻ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഷോപ്പില് ഓക്കെ വരുന്നൊരു ഓഫർ ഉണ്ട്, സ്പെഷ്യൽ ഓഫറാണ്. ഓക്കെ, ഇന്ന് മാത്രം ടെലിവിഷൻ 5000 രൂപയുടെ ടെലിവിഷൻ 1000 രൂപയ്ക്ക് കിട്ടുന്നു. അപ്പൊ ഞാനത് പറഞ്ഞു, ഞാൻ 1000 രൂപയ്ക്ക് വാങ്ങി കൊടുത്തു. അപ്പൊ നിങ്ങളോട് വന്നിട്ട് ഞാൻ എന്താ പറയാ, ഇതാ ആ ഷോപ്പില് 5000 രൂപയുടെ സാധനം 1000 രൂപയ്ക്ക് കിട്ടുന്നു, ഇന്ന് മാത്രമേ ഉള്ളൂ, ഇന്ന് പോയാൽ കിട്ടും അല്ലേ? നിങ്ങളോട് പറഞ്ഞു തരണ്ടേ? അത് ഞാൻ മിണ്ടാന്ന് പറയാ, നിങ്ങൾ അയ്യോ എനിക്ക് മാത്രം കിട്ടിയാൽ മതി, നിങ്ങൾക്കത് പാടില്ല എന്ന് ഞാൻ വിചാരിച്ചാൽ ഞാൻ എന്താണ്? സ്വാർത്ഥ മനസ്ഥിതിക്കാരനാണ്. അപ്പൊ ഇത് നല്ല കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണം. കാരണം വെച്ചാൽ ഭഗവാന്റെ കാര്യങ്ങളാണ്, എല്ലാവർക്കും നന്മ വരട്ടെ എന്നാണ് നമ്മളെല്ലാവരും വിചാരിക്കേണ്ടത്. അതുകൊണ്ടാണ് ഭാഗവതം പറയുന്നത് പരോപകാരാർത്ഥം ഇതം ശരീരം. എല്ലാവരും മറ്റുള്ളവരുടെ ഒരു ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. നമുക്ക് എന്താണ് നഷ്ടമുള്ളതിൽ? ഒന്നുമില്ലല്ലോ അല്ലേ? യെസ്, മംഗളമാതാജി എന്താ? രേഷ്മ പ്രഭുജി നേരത്തെ ആചാര്യന്മാരെ കുറിച്ചിട്ട് പറഞ്ഞപ്പോ പ്രഭുജി പറഞ്ഞില്ലേ, വൺ ഹു ടീച്ചേഴ്സ് ബൈ എക്സാമ്പിൾസ്. ആചരിച്ച് ജീവിക്കുന്ന ആൾക്കാര്, ആചരിച്ച്. ചില ആൾക്കാര് ആചരിക്കും, പ്രചരിപ്പിക്കില്ല. ചില ആൾക്കാർ പ്രചരിപ്പിക്കും, ആചരിക്കില്ല.
ഓക്കെ, ചില ആൾക്കാരെ ആചരിക്കുകയും ചെയ്യും, പ്രചരിപ്പിക്കുകയും ചെയ്യും. അതാണ് ആചാര്യന്മാർ. അപ്പൊ അതാണ്. അപ്പൊ പ്രഭുപാദ ഞാൻ കാര്യം പറഞ്ഞു. പ്രഭുപാദ ഇസ്കോൺ മൂവ്മെന്റ് ഈ ഭൂതലത്തിൽ എത്രത്തോളം കാലം ഉണ്ടാവുന്നു അത്രത്തോളം കാലം പ്രഭുപാദ പ്രീ എമിനന്റ് ആചാര്യനാണ്. പ്രഭുപാദ എപ്പോഴും ആചാര്യന്റെ ആ പൊസിഷനിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈസ്കോണില് ജോയിൻ ചെയ്യുന്ന ഏതൊരു മെമ്പറും ആദ്യം ആർക്കാണ് ആ ഒരു ഇത് വന്ദനം കൊടുക്കേണ്ടത്? പ്രഭുപാദ കാരണമാണ് നമ്മളെല്ലാം ഇവിടെ ഇരുന്നിട്ട് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. സോ ഹീസ് ദ പ്രീ എമിനന്റ് ആചാര്യൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആചാര്യ എന്ന് പറയുന്നത്. ഇസ്കോൺ എന്തായാലും പറയാ സംസ്ഥാപകാചാര്യ. സംസ്ഥാപകാചാര്യ. ഓക്കെ, സ്ഥാപകാചാര്യൻ എന്നാണ് പ്രഭു. സംസ്ഥാപകാചാര്യ എന്ന് പറയുന്നത്. സ്ഥാപകാചാര്യനെ ശരിക്കും ഒന്നും കൂടി ഫോഴ്സ് കൊടുത്തിട്ട് ഒന്നും കൂടി നല്ല രീതിയിൽ ഈ സംസ്ഥാപകാചാര്യ എന്ന് പറയാം. ശരി. അപ്പോ അതാണ് പ്രഭുപാദരെ ആ പൊസിഷൻ. ഓക്കെ, സോ അൾട്ടിമേറ്റ്ലി എല്ലാ യജ്ഞങ്ങളും ഭഗവാൻ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഫോർ ഓർഡിനറി മാൻ എഗെയിൻ നമ്മുടെ പല ഈ പർപ്പോട്ട് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ എല്ലാ സംശയങ്ങളും ഇതിൽ ക്ലാരിഫൈ ചെയ്യുന്ന പ്രഭുപാദ ഉണ്ട്. ഫോർ ഓർഡിനറി മാൻ, സാധാരണ വ്യക്തികൾക്ക് അറ്റ്ലീസ്റ്റ് 5 യജ്ഞാസ് നോൺ ആസ് പഞ്ചമഹായജ്ഞ ആർ നെസറി. അപ്പോ മനുഷ്യരിലും പല തലത്തിലുള്ള ആൾക്കാരുണ്ട്. എന്തിനടിസ്ഥാനപ്പെട്ട്? ഗുണത്തിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ ഇതും തെറ്റല്ല. തമോ ഗുണം, രജോ ഗുണം, സത്വഗുണത്തിന്റെ അടിസ്ഥാനത്തില് പല പല ഗ്രേഡേഷൻസ് ഉണ്ട്. അപ്പൊ ഓർഡിനറി മെൻ, സാധാരണ വ്യക്തികൾക്ക്, കാരണം ഭഗവാനെ പറ്റി അറിയില്ല, ഭഗവത്ഗീത വായിച്ചിട്ടില്ല, ഭാഗവതം വായിച്ചിട്ടില്ല, സത്സംഗം ഉണ്ടായിട്ടില്ല, അവർക്ക് എങ്ങനെ അറിയാം? കേട്ടറിവുള്ളൂ. അവരും വരും പറഞ്ഞ് കേട്ട, അല്ലെങ്കിൽ അവിടെയും പിടിക്ക് കണ്ട വല്ല സീരിയലോ, ഇപ്പൊ ഭാഗവതം, മഹാഭാരതം, ഇതൊക്കെ സീരിയലൊക്കെ വരുമ്പോൾ അവിടെയും പിടി എന്തെങ്കിലും കേൾക്കും. അതന്നെ എല്ലാം വിചാരിച്ചിട്ട് അതിനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർ സിസ്റ്റമാറ്റിക് സ്റ്റഡിയോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാൻ ഇതിൽ വരുന്നതിന് മുമ്പേ ഞാൻ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? ആരാണ് ഭഗവാൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ്? എൻ്റെ മനസ്സിൽ എന്തായിരുന്നു? ബ്രഹ്മാവ്. എൻ്റെ വിചാരം അങ്ങനെയായിരുന്നു. കാരണം ഇത് പറഞ്ഞിട്ടുണ്ട് ത്രിമൂർത്തികൾ, ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര. അപ്പൊ ആദ്യം ആരാണ്? ബ്രഹ്മാവല്ലേ? അപ്പൊ എൻ്റെ കണക്കൂട്ടിൽ അങ്ങനെയായിരുന്നു, ബ്രഹ്മാവാണ് ആദ്യം. അപ്പൊ അതുകൊണ്ട് ബ്രഹ്മാവാണ് ടോപ്പ് മോസ്റ്റില്, പിന്നെ വിഷ്ണു, പിന്നെ മഹേശ്വരൻ. ഇതായിരുന്നു എൻ്റെ അറിവ് ഇതിൽ വരുന്നതിന് മുമ്പേ. അപ്പൊ അതേപോലെ എല്ലാവരും അതേപോലെ. കാരണം ആർക്കും എല്ലാം ബിറ്റ്സ് ആൻഡ് പീസസ് അവിടുന്ന് ഇവിടുന്നും കുറച്ച് അറിവുണ്ട്. ആരും സിസ്റ്റമാറ്റിക്കലി മറ്റുള്ള മതസ്ഥരെ പഠിപ്പിക്കുന്ന പോലെ അവരുടെ മതഗ്രന്ഥങ്ങള് അവരുടെ ആൾക്കാരെ പഠിപ്പിക്കുന്നു. നമ്മുടെ നിർഭാഗ്യവശാൽ അങ്ങനത്തെ ഒരു സിസ്റ്റം നമുക്കില്ലാത്തത് കൊണ്ട് നമുക്ക് ABCD അറിയില്ല. അതാണ് അതിന് പ്രഭു വേദങ്ങളിലൊക്കെ എല്ലാതും പറഞ്ഞിട്ടുണ്ടല്ലോ, അതാണ് ആകെ ചിറ്റിക്കളി. അതല്ല, വേദങ്ങളിലെല്ലാം പറഞ്ഞു. വേദങ്ങളിലത്തെ ഒരു ശ്ലോകം പറയാൻ ആർക്കെങ്കിലും പറയാൻ പറ്റില്ല. പിന്നെ അത് പറയുന്നത് മാത്രമേ ഉള്ളൂ, ആർക്കും അറിയില്ല. നമ്മൾ പറയാൻ പറയും വേദങ്ങൾ അങ്ങനെയുണ്ട്, ഇതിലങ്ങനെയുണ്ട്, പക്ഷെ നമുക്ക് അറിയില്ല, ഒന്നും അറിയില്ല. അപ്പൊ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് സ്റ്റഡി നമുക്കില്ല. ഇനിയിപ്പോൾ അങ്ങനെ വേണമെങ്കിൽ തന്നെ വേദങ്ങൾ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. പ്രഭുപാദ ഈ ബുക്സ് ഒക്കെ വായിച്ചാൽ വേദങ്ങളുടെ സാരം നമുക്ക് മനസ്സിലായി. ഇപ്പൊ ശ്ലോകങ്ങൾ ബൈഹാർട്ടാക്കുക, അതല്ല വേദങ്ങളുടെ ഉദ്ദേശം. അതിന്റെ തത്വങ്ങൾ മനസ്സിലാക്കി ജീവിക്കുക എന്നുള്ള ഉദ്ദേശം. അപ്പോൾ ഭഗവത്ഗീത വായിച്ചാൽ മതി, 700 ശ്ലോകമുള്ളൂ. ആ തത്വം മനസ്സിലാക്കിയത് നമുക്ക് എല്ലാം അറിയാം. പിന്നെ ചില കൺഫ്യൂഷൻ വരുന്നത് ആ സിദ്ധാന്തത്തിന്റെ ദ്വൈത, അദ്വൈത, വിശിഷ്ടാദ്വൈത, ശുദ്ധദ്വൈതം ഒക്കെ ഇല്ലേ, അങ്ങനെ. അത് പോട്ടെ, അത് പിന്നെ. ഞാൻ ഒരു ക്ലാസ്സിൽ കേട്ടതാണ്, ഗൗരാംഗ പ്രഭു, നല്ലൊരു ഭക്തനാണ്, ബ്യൂട്ടിഫുൾ ക്ലാസ് അദ്ദേഹത്തിൻ്റെ. അതായത് മറ്റുള്ള വിശ്വാസത്തിൻ്റെ, അതായത് നമ്മുടെ തന്നെ ഹിന്ദുമതത്തിൻ്റെ, സനാതന ധർമ്മത്തിൻ്റെ മറ്റ് ഡിനോമിനേഷൻസ് ഉണ്ടല്ലോ, അതായത് ഡിഫറെൻറ്റ് പാർട്സ്, ദ്വൈതം, അദ്വൈതം, വിശിഷ്ടാദ്വൈതം, അങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ അവരെല്ലാം കൂടിയിട്ട് ഈ സ്വാമി
ഗൗരാംഗ പ്രഭുവിനെ വിളിച്ചിട്ട് ഒരു ലെക്ചർ കൊടുക്കാൻ പറഞ്ഞു. എല്ലാവരും ഒന്ന് ഒത്തുചേർത്ത് കൊണ്ടുവരാൻ വേണ്ടി. കാരണം പല ആൾക്കാരും പല വഴി കൂടെയാണ്. എല്ലാം സനാതന ധർമ്മമാണെങ്കിലും ഡിഫറെൻറ്റ് പാത്സ് ആണ്. അപ്പോൾ ആ ഡിഫറെൻറ്റ് പാത്സിൻ്റെ ഉദ്ദേശം അത് നമ്മൾ കുറേ കാലമായിട്ട് ഒന്ന് ചെയ്തു വരുമ്പോൾ അതിന്ന് മാറ്റിയാൽ ബുദ്ധിമുട്ടാണ്. അത്ര പെട്ടെന്ന് മാറാൻ പറ്റില്ല. ഓക്കെ, ഒരു ചെടി നമ്മൾ വെച്ചു, അതിന് വെള്ളം ഒഴിച്ചു, വളമിട്ടു, വളർന്നു വലുതായി, സ്ട്രോങ് ആയി, വേരൊക്കെ എല്ലാം നന്നായി ഉറച്ചു. അത് നമ്മൾ വേരോടുകൂടി പിഴുതി അറിഞ്ഞിട്ട് വേറെ സ്ഥലത്ത് വെക്കുമ്പോൾ സമയം എടുക്കില്ലേ? അത് ആദ്യം വാടും അല്ലേ, കുറച്ച് കാലം, പിന്നെ കുറച്ച് അതിനെ നന്നായിട്ട് ശുശ്രൂഷിക്കാൻ അത് വീണ്ടും വേര് പിടിക്കും. അതേപോലെ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഒരു സിദ്ധാന്തം ഫോളോ ചെയ്ത് വന്ന ആൾക്കാർക്ക് പെട്ടെന്ന് അത് മാറ്റി നടുമ്പോൾ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അദ്ദേഹം ക്ലാസ്സിൽ ആദ്യം പറഞ്ഞ് നമ്മളെല്ലാം സനാതനധർമ്മം ഫോളോ ചെയ്യുന്നതാണ്. പാത്ത് വഴികൾ വ്യത്യാസമായിരിക്കാം, അല്ലെങ്കിൽ ചിലരെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, അതൊക്കെ അവിടെ മാറി നിൽക്കട്ടെ. എല്ലാവരും ഭഗവത്ഗീത എല്ലാവരും വിശ്വസിക്കുന്നുണ്ടോ ചോദിച്ചു. പറഞ്ഞു ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. ഭഗവത്ഗീത ആരും അതിനെ എതിർത്ത് പറഞ്ഞിട്ടില്ല. ആദിശങ്കരാചാര്യരും രാമാനുജാചാര്യരും മാധവാചാര്യരും ചൈതന്യ മഹാപ്രഭുവും എല്ലാവരും, പുഷ്ടിമാർഗം ഈ മാർഗം എല്ലാവരും ചെയ്യുന്നുണ്ട് അല്ലേ, എല്ലാവരും ഭഗവത്ഗീത. അപ്പോൾ ഭഗവത്ഗീതയിലെ 5 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ജീവ, ഈശ്വരൻ, പ്രകൃതി, കർമ്മ, കാലം. ഓക്കെ, ഈ 5 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ 5 കാര്യങ്ങളിൽ 4 കാര്യങ്ങൾ എല്ലാവരും പൊരുത്തപ്പെടുന്നുണ്ട്. ജീവാത്മാവ്, നമ്മൾ ജീവൻ, നമ്മൾ അല്ലേ, നിങ്ങളും ഞാനും എല്ലാവരും എഗ്രി ചെയ്യുന്നു. ഈശ്വരൻ എന്നുള്ള ആ പ്രതിഭ, അതും എല്ലാവരും വിശ്വസിക്കുന്നു, സമ്മതിക്കുന്നു. പ്രകൃതി എല്ലാവരും വിശ്വസിക്കുന്നു. കർമ്മ ഈശ്വരൻ അവസാനം കേട്ടോ. ജീവൻ എല്ലാവരും വിശ്വസിക്കുന്നു, കർമ്മ എല്ലാവരും വിശ്വസിക്കുന്നു, പ്രകൃതി എല്ലാവരും വിശ്വസിക്കുന്നു, കാലാലും. പക്ഷെ ഈശ്വരൻ അത് ആരാണ് എന്നുള്ളത് പലർക്കും ഈ ഇവിടെ കൂടിയിരുന്ന എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. അപ്പൊ 4 നമ്മൾ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു അല്ലേ. അപ്പൊ ആ 4 നമുക്ക് ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്തൂടെ? 5ാമത്തെ ഈശ്വരൻ എന്നുള്ള ആ ഒരു പ്രതിഭ അല്ലെങ്കിൽ ആ ഒരു ആസ്പെക്ട് നമുക്കെല്ലാം ഡിഫറെൻ്റ് ഒപ്പീനിയൻസ് ഉണ്ട്. ചിലത് ദ്വൈതം, ചിലത് അദ്വൈതം, ചിലത് വിശിഷ്ടാദ്വൈതം, ചിലത് ശുദ്ധ അദ്വൈതം, അങ്ങനെ നീണ്ടു കിടക്കുന്നു അല്ലേ. അപ്പോൾ അത് മാറ്റി വയ്ക്കുക. ഈ 4 നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കൂടെ? കാരണം എല്ലാവരും ഇത് ഈ ഭഗവത്ഗീത 4 നമ്മൾ അംഗീകരിക്കുന്നു. ഇനി അതല്ല, 4 നമുക്ക് സമ്മതിക്കാം. എന്നാണ് 4? ഈശ്വരൻ എന്നുള്ളത് ഉണ്ട് എന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. ആരാണ് എന്നുള്ള ചോദ്യം മാത്രമേ അവിടെ തർക്കമുള്ളൂ. ഈശ്വരൻ എല്ലാം അംഗീകരിക്കുന്നു അല്ലെ. അപ്പൊ ഈശ്വരൻ എന്നുള്ള ആ പ്രതിഭ, ആ എസ്പെക്ട് അതെല്ലാവരും. അപ്പൊ നമുക്ക് 5 4 നമുക്ക് എല്ലാം ഒരേപോലെയാണ്. അര മാത്രമാണ് വ്യത്യസ്തം. എന്താണ് അര? ആരാണ് ഈശ്വരൻ? അതൊരു തർക്ക വിഷയമാണ്. അതവിടെ മാറ്റി വയ്ക്കൂ. എന്നിട്ട് നമുക്ക് ഈ 5 4 പൊരുത്തുണ്ടെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ അടികൂടുന്നത്? ആ 4 പൊരുത്തത്തിൽ ഒരു കല്യാണം കഴിക്കുമ്പോൾ ആണും പെണ്ണും 4 പൊരുത്തം പറഞ്ഞാൽ ഇതിൽ മീതല്ല വേണ്ടത്. അപ്പൊ നമ്മൾ എന്തിനാ വെറുതെ അന്നസരി അടികൂടണ്ട? അപ്പൊ ഈ 4 പൊരുത്തത്തിൽ നമ്മൾ പോവുക, അതിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക. പിന്നെ ഓവർ എ പീരിയഡ് ഓഫ് ടൈം അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഭഗവാൻ അനുഗ്രഹത്താൽ നമുക്ക് ആ വഴി, ശരിക്കുള്ള വഴി കാണിച്ചു തരും. ശരിയല്ല പറയുന്നത്? എല്ലാവരും വളരെ സന്തോഷമായി, വളരെ ഇതായി. അടുത്ത് ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് വരാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഞാൻ പറഞ്ഞ വഴി മാത്രം ശരി എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. എസ്പെഷ്യലി ഫോർ ഓർഡിനറി മാൻ. കാരണം വെച്ചാൽ അവര് ആ ഹയർ തിങ്കിങ് ഇല്ല. കാരണം അവർ പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ഗുണം അതാണ്. തമോ ഗുണത്തിലോ രജോ ഗുണത്തിലോ ആൾക്കാർ അങ്ങനെ ചിന്തിക്കുള്ളൂ. അപ്പൊ അവർ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ സത്വഗുണത്തിലാണെന്നല്ല ഇവിടെ പറയുന്നത്. നമ്മളും സ്ട്രഗ്ലിങ്, വി ആർ ആൾസോ സ്ട്രഗ്ലിങ്. കാരണം നമ്മളും പതുക്കെ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നമുക്ക് ഭഗവാന്റെ കൃപ കൊണ്ടും പ്രഭുപാദര മേഴ്സി കൊണ്ടും ഡിവോട്ടീസിന്റെ ആ കൃപ കൊണ്ടും നമുക്ക് എന്താണ് ശരി, എന്താണ് തെറ്റ് ഇതറിയാം. അത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്, അതിൻ്റെ സാഹചര്യം, മറ്റുള്ള വിഷമങ്ങൾ, അത് മാത്രമേ നമ്മളെ
ഇതൊന്ന് മാറ്റി നിർത്തുന്നുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ അറിയാം. കാരണം ഇത്രയും കാലം നമ്മളിതെല്ലാം വായിച്ച് മനസ്സിലാക്കി, കേട്ട് മനസ്സിലാക്കി, സത്സംഗത്തിൽ ചേർന്ന് അവരുടെ എല്ലാം കൃപ കൊണ്ടും ഇതെല്ലാം തത്വങ്ങൾ അറിയാം. പക്ഷെ ഇത് പ്രാക്ടീസ് ചെയ്യാനുള്ള ചില ബുദ്ധിമുട്ടുകൾ, പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് അത്ര മാത്രമേ ഉള്ളൂ. അതെല്ലാം ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഇതൊന്നും നമ്മൾ മറികടക്കും തീർച്ചയായിട്ടും. So one should know, however, that all the necessities of life that the human society requires are supplied by the demigod agents of the Lord. നമുക്ക് വേണ്ടുന്ന എല്ലാ സപ്ലൈസും ആരാണ് തരുന്നത്? ഇതെല്ലാം ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റം പോലെയാണ്. ഇപ്പൊ നമ്മളൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്തിട്ട് അതിനെ ഓൺ ചെയ്താൽ അത് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി ചെയ്തു പോകും. അതേപോലെ ഇതെല്ലാം ഈ പ്രകൃതിയിലെ ഇതൊന്നും പേഴ്സണലായിട്ട് ഡെമിഗോഡ്സ്, സൂര്യഭഗവാൻ ഇവിടെ എൻ്റെ വീട്ടിൽ വന്നിട്ട് എനിക്ക് വെളിച്ചം തരുന്നു വേണ്ട, ഓക്കെ, അല്ലെങ്കിൽ ഇന്ദ്രൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് എനിക്ക് മാത്രം മഴ തരുന്നു വേണ്ട. ഇതെല്ലാം എല്ലാം ഓട്ടോമേറ്റഡ് പോലെയാണ്. എല്ലാം ഭഗവാന്റെ ആ അധ്യക്ഷതയിലെല്ലാം വേണ്ട പോലെ നടക്കുന്നു. ഇവരെല്ലാം അതിനുള്ള ക്വാളിഫൈഡ് ആൾക്കാരാണ്. അതുകൊണ്ടാണ് അവരെ ഭഗവാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. നോ വൺ ക്യാൻ മാനുഫാക്ചർ എനിത്തിങ്. ഒരാൾക്കും ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല, ഒരു നിയമങ്ങളും ഉണ്ടാക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, all the eatables of human society, these eatables include grains, fruits, vegetables, milk, sugar, etc. for the persons in the mode of goodness. അപ്പോൾ സത്വഗുണത്തിലുള്ള ആൾക്കാർ കഴിക്കുന്ന ഭക്ഷണ രീതി അങ്ങനെ ആയിരിക്കണം. ഗ്രെയിൻസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, മിൽക്ക്, ഷുഗർ, ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. ആൻഡ് ആൾസോ ഈറ്റബിൾസ് ഫോർ ദ നോൺ വെജിറ്റേറിയൻസ് ലൈക്ക് മീറ്റ്സ്, നൺ ഓഫ് വിച്ച് ക്യാൻ ബി മാനുഫാക്ചർഡ് ബൈ മാൻ. ഇതൊന്നും നമ്മളാൽ സൃഷ്ടിക്കപ്പെട്ടതല്ല. Then again, take for example heat, light, water, air, etc. ഇതെല്ലാം നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ളതാണ്. Which are also necessities of life. None of them can be manufactured by the human society. നാളെ ഇപ്പോ സൂര്യഭഗവാൻ പറയാണ്, സ്ട്രൈക്ക് ചെയ്യാണ്, ഞാൻ നാളെ ഉദിക്കുന്നില്ല. എന്താ ചെയ്യാൻ പറ്റുക? എത്ര കാലം സ്ട്രൈക്ക് ചെയ്ത പോയില്ല കാര്യം. അപ്പൊ ഇതൊന്നും നമുക്ക് അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല. അപ്പൊ ഇതെല്ലാം ഭഗവാന്റെ മേഴ്സിയാണ്. So without the Supreme Lord, there can be no profuse sunlight, moonlight, rainfall, breeze, etc., without which no one can live. Obviously, our life is dependent on supplies from the Lord. Even for our manufacturing enterprises, we require so many raw materials like metal, sulfur, mercury, manganese, and so many essential, all of which are supplied by the agents of the Lord with the purpose that we should make proper use of them to keep ourselves fit and healthy for the purpose of self-realization, leading to the ultimate goal of life, namely liberation from the material struggle for existence. അപ്പോൾ ഈ നമുക്ക് ഈ മനുഷ്യ ജീവിതത്തിന്റെ ഉദ്ദേശം, ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് വേണ്ടുന്ന എല്ലാ സാമഗ്രികളും എല്ലാ കാര്യങ്ങളും ഭഗവാന്റെ ഏജൻസ് മുഖേന നമുക്ക് എത്തിച്ചു തരുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിനെ ദുരുപയോഗം ചെയ്യാൻ പാടില്ല. അത് നമ്മളുടെ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട്, നമ്മളുടെ ലൈഫിന്റെ സസ്റ്റനൻസിന് വേണ്ടിയിട്ട്, മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച് അൾട്ടിമേറ്റ്ലി അത് നമ്മളെ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കണം. ലിബറേഷൻ. So this aim of life is attained by performing of yajnas. അപ്പോൾ ഈ ലക്ഷ്യത്തിലെത്താൻ നമ്മൾ യജ്ഞം ചെയ്യണം. So if you forget the purpose of human life and simply take supplies from the agents of the Lord for sense gratification and become more and more entangled in the material existence, which is not the purpose of creation, certainly we become thieves and therefore we are punished by the laws of material nature. അപ്പോൾ ഈ ലക്ഷ്യം നമ്മൾ മറന്ന് ഈ തരുന്ന സാധനങ്ങളെല്ലാം ദുരുപയോഗപ്പെടുത്തി നമ്മളുടെ ഇന്ദ്രിയ ഭോഗത്തിന് ഉപയോഗിച്ച് ഭഗവാനെ മറന്ന് ജീവിക്കുകയാണെങ്കിൽ എന്താണ്? നമ്മൾ നമ്മുടെ ലക്ഷ്യം മറന്നു ജീവിക്കുകയാണെന്ന് അർത്ഥം. So a society of thieves can never be happy because they have no aim in life. Okay? സൊസൈറ്റിയില് ഒരുപാട് മോഷ്ടാക്കളുണ്ട്, കള്ളന്മാരുണ്ട്. അവർക്ക് ഒരിക്കലും സന്തോഷത്തോട്ട് ജീവിക്കാൻ പറ്റില്ല. എപ്പോഴും പേടിയാണ്, ആങ്സൈറ്റിയാണ്. എപ്പോഴാണ് പോലീസ് പിടിക്കുക, എപ്പോഴാണ് ആൾക്കാർ കൂട്ടി എന്നെ തല്ലുക ഒന്നും നമുക്കറിയാൻ പറ്റില്ല. വഴിയിൽ കിട്ടിയ അപ്പം തല്ലും. എപ്പോഴും പേടിയാണ്. അപ്പോൾ സന്തോഷം അവർക്ക് ഉണ്ടാവില്ല. എത്ര തന്നെ ധനം ശേഖരിച്ചാലും ശരി, അവർക്ക് രാത്രി ഉറക്കാൻ പറ്റില്ല.
പുറമെ ഇറങ്ങി നടക്കാൻ പറ്റില്ല, പേടി. എന്തെങ്കിലും എന്നെ കണ്ടുപിടിച്ചാൽ ശരിയാവും അല്ലേ? അപ്പൊ അവർക്ക് ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല. ദ ഗ്രോസ് മെറ്റീരിയൽ ഇസ് തീവ്സ്. അപ്പൊ അതേപോലെ തന്നെ നമ്മള് മറ്റുള്ള തരത്തിലുള്ള കള്ളന്മാരല്ല, നമ്മൾ കുറച്ചും കൂടി ഡിഫറെന്റ് ടൈപ്പിലുള്ള കള്ളന്മാരാണ്. അതായത് വായു, വെളിച്ചം, മഴ, വെള്ളം ഇതെല്ലാം നമ്മൾ ഇഷ്ടംപോലെ ഉപയോഗിക്കും. എന്നിട്ട് അതിന് യാതൊരു നന്ദി പ്രകടിപ്പിക്കാത്ത കള്ളന്മാരാണ്. അതാണ് ഇവിടെ പറയുന്നത്. They are simply directed to sense gratification. Nor do they have knowledge of how to perform yajnas. നമ്മളെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലെ കള്ളന്മാരാണ്. So the Lord Chaitanya, however, inaugurated the easiest performance of yajna, namely Sankirtana yajna. അപ്പോൾ ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ഒരു കടാക്ഷമാണ് നമുക്കെല്ലാം കിട്ടിയിരിക്കുന്നത്, കൃപയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം ഈ കലിയുഗത്തിലുള്ള ആ പ്രോസസ്സ്, ആ യജ്ഞം എന്താണെന്ന് നമുക്ക് പറഞ്ഞു തന്നത് ചൈതന്യ മഹാപ്രഭു. സങ്കീർത്തനം, നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനസ്തം നമാമി ഹരിം പരം. നാമസങ്കീർത്തനം അത് ശ്രീമദ് ഭാഗവതത്തിലെ അവസാനത്തെ 12ാമത്തെ കാൻറ്റോയിലത്തെ അവസാനത്തെ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകം, കൺക്ലൂഡിങ് ശ്ലോകമാണ്. ആലോചിച്ച് നോക്കൂ, അപ്പൊ എത്ര പ്രധാനപ്പെട്ട ശ്ലോകമായിരിക്കണമെന്ന്. നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനസ്തം നമാമി ഹരിം പരം. നാമസങ്കീർത്തന്റെ ആ പൊട്ടൻസിയാണ് പറയുന്നത്. സർവപാപ പ്രണ, എല്ലാ പാപങ്ങളെയും നശിപ്പിക്കും. പ്രണാമോ, ഭഗവാനെ പ്രണമിക്കുകയാണെങ്കിൽ എന്ന്. പ്രണാമോ ദുഃഖശമനസ്, എല്ലാ ദുഃഖങ്ങൾക്കും ശമനം കിട്ടും. അപ്പൊ നാമസങ്കീർത്തനാണ് ഈ യുഗയജ്ഞം. അതാണ് ഇവിടെ പറയുന്നത്. So which can be performed by anyone in the world who accepts the principles of Krishna consciousness. ഇത് യാതൊരു നിബന്ധന ഇല്ലാണ്ട് ആർക്കും എപ്പോഴും ഏത് സമയത്തും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇത് ആചരിക്കാൻ പറ്റുന്ന വളരെ സരളമായിട്ടുള്ള ഒരു വിധിയാണ് ചൈതന്യ മഹാപ്രഭു നമുക്ക്. കലിയുഗത്തിലെ ആൾക്കാരുടെ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്രയും സരളമായിട്ടുള്ള ഒരു പ്രോസസ്സ് നമുക്ക് തന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രഭുപാദ ഈ പർപ്പോട്ടിൽ വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. ഇതിലും മീതെ ക്ലിയർ ആയിട്ട് എങ്ങനെ പറഞ്ഞു തരാൻ പറ്റും അല്ലേ? ഇത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഒരാചാര്യനും ഇതേവരെ വന്നിട്ടില്ല. അത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അവര് ട്രാൻസ്ലേഷൻ ചെയ്യും ശ്ലോകത്തിന്റെ, അത് കഴിഞ്ഞാൽ അടുത്ത ശ്ലോകത്തിൽ പോകും, അത് ട്രാൻസ്ലേഷൻ ചെയ്യും. അത് കഴിഞ്ഞാൽ ഇവിടെ എന്താ വേർഡ് ടു വേർഡ് മീനിങ്, അതിന്റെ വിവർത്തനം, അതിന്റെ ഭാവാർത്ഥം, എല്ലാ ഗ്രന്ഥങ്ങളിലെ കൊട്ടേഷൻ ശ്ലോകത്തോടു കൂടി നമുക്കിതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പർപ്പോർട്ട് ചെയ്ത് തരുന്നു. ഇത്രയും ക്ലിയർ ആയിട്ട് ഇത്രയും ഉദാഹരണ സഹിതം നമുക്ക് പറഞ്ഞു തന്നിട്ടും നമ്മളുടെ ഈ മണ്ടയിലൊന്നും പോകുന്നില്ല. നേരെ മറിച്ച് 45 മിനിറ്റ് കൊണ്ടാണ് അർജുനന് ഈ ഭഗവത്ഗീത പറഞ്ഞു കൊടുത്തത് ഭഗവാൻ. 45 മിനിറ്റാന്ന് പറയുന്നത്. അർജുനന് വേർഡ് ടു വേർഡ് മീനിങ് പറഞ്ഞു കൊടുത്തില്ല, ട്രാൻസ്ലേഷൻ ഉണ്ടായിരുന്നില്ല, പർപ്പോർട്ട് ഉണ്ടായിരുന്നില്ല അല്ലേ? എല്ലാം ഗ്രഹിക്കാനുള്ള ആ ഒരു പൊസിഷൻ, എക്സോൾട്ടഡ് പൊസിഷൻ ഉണ്ടായിരുന്നു ഭഗവാൻ അന്ന്. നമ്മളുടെ എല്ലാം മന്ദബുദ്ധിയാണ്. പ്രായേന അല്പായുഷ്യ സഭ്യ കലോ അസ്മിൻ യുഗേ ജനഃ മന്ദാഹ സുമന്ദമതയോ മന്ദഭാഗ്യായി ഉപദ്രത. അതുകൊണ്ട് നമുക്ക് ഇത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ഇത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടും ഇതിൽ പോകുന്നില്ല. അതാണ് നമ്മുടെ സ്ഥിതി. എന്തെങ്കിലും കമന്റ്സ് ഓർ ക്വസ്റ്റ്യൻസ്? ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ആദ്യേ പിന്നെ ഇതിൽക്കല്ല കേട്ടോ, നമ്മൾ ആദ്യം ശ്ലോകം പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അങ്ങനെ ചോദിച്ചു വന്നിരുന്നു. അതൊരു 3 വെച്ചിട്ടെങ്കിലും നോക്കൂ, എല്ലാവരുടെയും താല്പര്യപ്രകാരം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ് നമുക്ക് പറയാം. ഓക്കെ, ആദ്യം മുതൽക്ക് അല്ലേ? അല്ല, കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് നിർത്തിയിരിക്കുക. അപ്പൊ എവിടുന്ന തുടങ്ങണേ പറഞ്ഞാൽ മതി. അപ്പൊ എല്ലാവരും പറഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ എല്ലാവരും പ്രിപ്പയർ ചെയ്ത് വരും.
ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും സമ്മതല്ലേ? ഓക്കെ, വേറെ എന്തെങ്കിലും? ഫാൻ എന്നിട്ടുണ്ട്. ഓക്കെ, ടെക്സ്റ്റ് 13 അടുത്തത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ശ്ലോക. ഓക്കെ, ഇതും ബൈഹാർട്ട് ചെയ്യുന്നതാണ്, ബൈഹാർട്ട് ചെയ്താണ് നിങ്ങളൊക്കെ. യജ്ഞശിഷ്ടാശിനോ ശന്തോ സുനോ സന്തു മുച്ചന്തേ സർവ കിൽബിഷൈ മുച്ചന്തേ സർവ കിൽബിഷേ ഭുഞ്ജതേ തേ ത്വഗം പാപാ ഭുഞ്ജതേ തേത്തകം പാപ ഹേ പചന്ത്യാത്മകാരണാത് ये ये भजन्त्यात्मकारणात् യജ്ഞശിഷ്ടാശിനോ സന്തോ यज्ञशिष्टाशिनः सन्तु മുച്ചന്തേ സർവ കിൽബിഷൈ मुच्यन्ते सर्वकिल्बिषे ഭുഞ്ജതേ തേ ത്വഗം പാപാ भुञ्जते तकं पाप ഹേ പചന്ത്യാത്മകാരണാത്. ये भजन्त्यात्मकारणात्. ഓക്കെ, ആരാണ്? പ്രദീപ് പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശിഷ്ടാശിന സന്തോ यज्ञशिष्टाशिनः सन्तु ചിന്തേ സർവ കിൽബഷേ മുച്ചന്തേ मुच्यन्ते सर्वकिल्बिषे ഭുജന്തേ തേ ത്വഗം പാപ ഭുഞ്ജതേ തേ भुञ्जते പാപാ तकं पाप ये पच्छन्दात्मकारण ഹേ ये പചന്ത്യാത്മകാരണാത്. भजन्त्यात्मकारणात्. Okay. എന്റെ ട്രാൻസ്ലേഷൻ സന്ധ്യ മാതാജി. യജ്ഞത്തിൽ നിവേദിക്കപ്പെടുന്ന അന്നം ഭക്ഷിക്കുന്നത് കൊണ്ട് ഭഗവത് ഭക്തന്മാർ സർവ പാപങ്ങളിൽ നിന്നും മുക്തരാകുന്നു. സ്വയം ആസ്വദിക്കാൻ വേണ്ടി മാത്രം ഭക്ഷണം ഉണ്ടാക്കുന്നവർ പാപത്തെയാണ് ഭുജിക്കുന്നത്. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. സോ നമ്മൾ എന്താണ് ഭുജിക്കുന്നത്? പാപത്തെ. ഭഗവാന് സമർപ്പണം ചെയ്യാതെ കഴിക്കുന്ന അതെന്താണ്? പാപം. പാപം. ക്ലിയർ ആയോ? ക്ലിയറായി. ഇത്രയേ ഉള്ളൂ സംഗതി. നമ്മൾ നോക്കുക, നമ്മൾ എന്താണ് കഴിക്കുന്നത്, ഭഗവാൻ അർപ്പണം ചെയ്യുന്നുണ്ടോ അല്ലയോ? അത് നമ്മൾ അർപ്പണം ചെയ്തിട്ട് ഭഗവാന്റെ ആ പ്രസാദം കഴിക്കുകയാണെങ്കിൽ നമ്മള് എന്താണ്, ഭഗവാന്റെ മേഴ്സി കിട്ടുന്നു. അല്ലെങ്കിൽ നമ്മൾ പാപമാണ് കഴിക്കുന്നത്. പാപം കഴിച്ചാൽ എന്താണ്? പാപം. അതിന്റെ റിസൾട്ട് പാപം അല്ലേ? So the devotees of the Lord are released from all kinds of sins because they eat food which is offered first for sacrifice. Others who prepare food for personal sense enjoyment verily eat only sin. അപ്പോൾ ഭക്തന്മാര് ഭഗവാന് അതിനെ സമർപ്പണം ചെയ്തിട്ട് അങ്ങനെ ഭക്തിഭാവത്തോട് കൂടിയിട്ട് അങ്ങനെ കഴിക്കുമ്പോൾ എന്താണ്, നമ്മളെല്ലാ പാപങ്ങളിൽ നിന്നും മോചിതരാകുന്നു. അല്ലാത്ത ആൾക്കാരെ അവരുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് അവർ കഴിക്കുന്നത്. അപ്പോൾ അവർ പാപമാണ്. അപ്പോൾ യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാന്റെ സമർപ്പണം ചെയ്യുന്നത്. ശിഷ്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ റെമനൻസ്, അതിൻ്റെ ബാക്കി, ഭഗവാൻ കഴിച്ചിട്ടുള്ളതിൻ്റെ ബാക്കി. നമ്മൾ ഭഗവാൻ സമർപ്പണം ചെയ്താൽ ഭഗവാൻ സ്വീകരിച്ചു, എന്നിട്ട് അത് നമുക്ക് പ്രസാദമായി തരുന്നു അല്ലേ? നമ്മൾ ആ ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് പ്രസാദം മേടിക്കുന്നുണ്ട്. എന്താണ് അത്? ഭഗവാനെ നേദിച്ച് ഭഗവാന്റെ പ്രസാദമായിട്ട് തരുന്നു. അപ്പൊ അത് യജ്ഞം ചെയ്താണ്. അപ്പൊ അതേപോലെ നമ്മളും ഇവിടെ വീട്ടിൽ എന്ത് കഴിക്കുന്നുവോ ഇതെല്ലാം ഭഗവാന് സമർപ്പണം ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ കാരണത്താൽ ഉണ്ടാകുന്ന പാപകർമ്മങ്ങളിൽ നിന്ന് നമുക്ക് മോക്ഷം കിട്ടും. അല്ലെങ്കിൽ നമ്മൾ പാപമാണ് ചെയ്യുന്നത്, പാപമാണ് കഴിക്കുന്നത്. സോ ദ ഡിവോട്ടീസ് ഓഫ് ദ സുപ്രീം ലോർഡ് or the persons who are in Krishna consciousness are called the Shantas, and they are, Santas means saintly devotees, saint പറയുന്നില്ലേ? They are always in love with Lord as it is described in the Brahma Samhita. Premanjanachurita bhakti vilochanena santas sadaiva hridayeshu vilokayanti. Next chanda ആർക്കെങ്കിലും അറിയോ? യം ശ്യാമ സുന്ദരം അചിന്യ
ഗുണസ്വരൂപം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. The santas being always in a compact of love with the Supreme Personality of Godhead, Govinda, the giver of all pleasures, or Mukunda, the giver of liberation, or Krishna, the all attractive person, cannot accept anything without first offering it to the Supreme Person. But devotees, ഭക്തന്മാരെ ഒരിക്കലും ഭഗവാന് സമർപ്പണം ചെയ്യാതെ. ആരുടെ? മുകുന്ദ. മുകുന്ദ എന്ന് പറഞ്ഞാൽ മുക്തിപ്രദായകൻ. ഓക്കെ. ഗോവിന്ദ എന്ന് പറഞ്ഞാൽ നമുക്ക് ആനന്ദം പകരുന്നവൻ. കൃഷ്ണ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ആകർഷിക്കുന്നവൻ. Okay. So therefore, such devotees always perform yajnas in different modes of devotional service, such as Shravanam, Kirtanam, Smaranam, Archanam, etc. അപ്പോൾ നമ്മള് ഭഗവാനെ എങ്ങനെ സേവനം ചെയ്യണം? ഈ നവവിധ ഭക്തിയിൽ കൂടെ. And these performances of yajnas keep them always aloof from all kinds of contamination of sinful association in the material world. അങ്ങനെ ഈ ഏതെങ്കിലും നവവിധ ഭക്തിയിലെ ഏതെങ്കിലും ഒരംഗം അല്ലെങ്കിൽ കൂടുതൽ അംഗങ്ങൾ അല്ലെങ്കിൽ എല്ലാം നമ്മൾ ചെയ്തിട്ട് ആ പെർഫെക്ഷൻ സ്റ്റേജിലേക്ക് എത്താൻ പറ്റും. അപ്പൊ നമ്മള് ഈ പാപകർമ്മങ്ങളിൽ നിന്നെല്ലാം നമ്മൾ മുക്തരാകും. Others who prepare food for self or sense gratification are not only thieves but also the eaters of all kinds of sins. അവര് മോഷ്ടാക്കൾ മാത്രമല്ല, എല്ലാ വിധത്തിലുള്ള പാപങ്ങളും കഴിക്കുന്ന ആൾക്കാരാണ്. How can a person be happy if he is both a thief and sinful? അപ്പോ ഒരു വ്യക്തി എങ്ങനെയാണ് സന്തോഷവാൻ ആവുന്നത്? അദ്ദേഹം ഒരു മോഷ്ടാവുമാണ്, പാപിയും കൂടിയാണ്. ഓക്കെ. പാപവും അപരാധവും തമ്മിലുള്ള വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? എന്താണ് പാപം, എന്താണ് അപരാധം, എന്താണ് വ്യത്യാസം, എന്താണ്? എന്താണ് പാപം, എന്താണ് അപരാധം? ശാസ്ത്രത്തിൽ പറഞ്ഞ പോലെ ചെയ്യാണ്ടിരിക്കുന്നത് പാപം. അപരാധം? അപരാധം തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യുന്നതാണ് അപരാധം. അപ്പോ തെറ്റാണ് അറിഞ്ഞിട്ട് നമ്മളൊരു മാംസം കഴിക്കുന്ന അത് പാപം, അതും പാപല്ലേ? അപ്പൊ അപരാധം പാപം തമ്മിലുള്ള വ്യത്യാസം എന്താ? അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപം. ഒന്ന് അറിഞ്ഞ് ചെയ്യുന്ന, ഒന്ന് അറിയാതെ ചെയ്യുന്ന, അതാണ് അർത്ഥം. ഓക്കെ. പാപം സ്ഥൂല തരത്തിലുള്ള ഗ്രോസ് ആയിട്ടുള്ള പാപം. അപ്പൊ നമ്മൾ 4 റെഗുലേഷൻസ്, നിയമങ്ങൾ പറയുന്നത്, 4 റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ്. ഇതെല്ലാം സ്ഥൂലമായിട്ടുള്ള കാര്യങ്ങളാണ്. അപരാധം കുറച്ചും കൂടി സട്ടിലായിട്ടുള്ള സൂക്ഷ്മ തലത്തിലാണ്. പാപത്തിന് ഒരുപാട് പരിഹാരങ്ങളുണ്ട് പാപം ചെയ്തിട്ട് അതിനെ മുക്തനാക്കാൻ. അപരാധം അത്ര എളുപ്പം പരിഹാരമാർഗമില്ല, സൂക്ഷ്മമാണ്. നമ്മൾ എത്രയും കൂടുതൽ സൂക്ഷ്മ തലത്തിലേക്ക് പോകുന്നു അത്രയും ഇൻട്രിക്കസീസ്, അത്രയും കോംപ്ലിക്കേഷൻസ് കൂടും. അതായത് ഗ്രോസ് ആണ് ഈ പാപം. നമ്മൾ ഒരു മൃഗത്തിനെ കൊന്ന് നമ്മൾ കഴിക്കുന്നു, തീർച്ചയായിട്ടും പാപമാണ്. അത് ഗ്രോസ് ആണ്, സ്ഥൂല തലത്തിലുള്ള ഒരു പാപം. അതിനെ പാപം എന്ന് പറയാം. അപരാധങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നാമപരാധം, വൈഷ്ണവ അപരാധം, സേവ അപരാധം, പിന്നെന്താ ധാമപരാധം. ഇതൊക്കെ മെയിൻ ആയിട്ടുള്ള അപരാധങ്ങൾ. ഇതെല്ലാം സൂക്ഷ്മ സട്ടിൽ ലെവലിലാണ്. അപ്പൊ ഈ പാപത്തിനേക്കാളും എത്രയോ മടങ്ങ് സ്ട്രോങ് ആണ് അപരാധങ്ങൾ. അപരാധങ്ങൾ ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു വൈഷ്ണവ അപരാധം ചെയ്യുകയാണെങ്കിൽ, ഒരു വൈഷ്ണവ അപരാധത്തിന്റെ ഉദാഹരണം പറയും നിങ്ങൾ നമ്മുടെ ശാസ്ത്രത്തിന്.
ഉം. ഒരു ഉദാഹരണം ശാസ്ത്രത്തിൽ നിന്ന് വൈഷ്ണവ അപരാധം എന്നിട്ട് ദുർവാസ പറയൂ. ദുർവാസ ദുർവാസാവ് എനിക്ക് ആ രാജാവിന്റെ പേര് ഓർമ്മയില്ല. ഏകാദശിക്ക് വേണ്ടി അംബരീഷ് അംബരീഷ് മഹാരാജ്. അതെന്താണ്? വൈഷ്ണവ അപരാധം. അത് വളരെ ബുദ്ധിമുട്ട്. ഭഗവാനും കൂടിയും അതിന് നിവാരണം കാണാൻ പറ്റില്ല. ആലോചിച്ച് നോക്കൂ. നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ മത്സ്യമാംസമൊക്കെ നമ്മൾ കുറെ കഴിച്ചു, നമ്മൾ നിർത്തി, നമ്മൾ അവിടെ പോയിട്ട് അട്ടോൺമെന്റ് ചെയ്തു, പ്രായശ്ചിത്തം ചെയ്തു, അത് പോവും. നമ്മൾ നുണ പറഞ്ഞു, നമ്മൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചതിച്ചോ മറ്റുള്ള ആൾക്കാരെ, ഇതെല്ലാം നമ്മൾ പ്രായശ്ചിത്തം കൊണ്ട് നമുക്ക് ഗംഗയിൽ കുളിക്കുക, തീർത്ഥാടനം ചെയ്യുക, ഇനി ചെയ്യില്ല എന്ന് ശപഥം ചെയ്യുക, അതിനുള്ള പരിഹാരം ഉണ്ട് ഇഷ്ടം പോലെ. നാമപരാധം, സേവാപരാധം, ധാമപരാധം, വൈഷ്ണവ, അതിൽ വൈഷ്ണവ അപരാധം ഏറ്റവും ടോപ്പിലാണ്. ആ വൈഷ്ണവ അപരാധത്തിന് ഈവൻ ഭഗവാനും കൂടിയും പൊറുക്കില്ല. ഭഗവാനെ നിങ്ങൾ എത്ര വേണമെങ്കിൽ ബ്ലാസ്ഫേം ചെയ്തോളൂ, നിന്ദിച്ചോളൂ, ഭഗവാന് കുഴപ്പമില്ല. ശിശുപാലന് 100 തവണ ചാൻസ് കൊടുത്തു ഭഗവാൻ, അല്ലേ? 100 കവിഞ്ഞപ്പോ മാത്രമേ പറഞ്ഞു 100 തവണ ഞാൻ സഹിക്കും. അതും 101ാമത്തെ തവണ എന്തുകൊണ്ടാണ് സുദർശന ചക്രം ഓട്ടോമാറ്റിക്കലി പോയത്? എന്താണ് കാരണം അറിയോ? അറിയില്ല? അമ്മയ്ക്ക് കൊടുത്ത വാക്കല്ലേ അത്? അല്ല, അതൊന്ന്. അത് അതിന് ഉപരിയായിട്ട് വേറെ കാരണമുണ്ട്. അതായത് 101ാമത്തെ ആ ബ്ലാസ്ഫമി, ആ നിന്ന ആ ഭഗവാനോടായിരുന്നില്ല, സഹദേവനെ പറ്റിയിട്ടായിരുന്നു. സഹദേവനാണ് ഭഗവാൻ കൃഷ്ണന്റെ പേര് സജസ്റ്റ് ചെയ്ത്, അതായത് എന്താ പറയാ, എന്താണ് സ്ഥാനം? യജ്ഞപുരുഷനല്ല, ഉഗ്ര, അതായാലും ആ ചീഫ് ഗസ്റ്റ് ആയിട്ടുള്ളത്, ഞാൻ പേര് മറന്നു. ചീഫ് ഗസ്റ്റ് ആയിട്ട് പ്രൊപ്പോസ് ചെയ്ത് ആരാണ്? സഹദേവൻ. അപ്പൊ ആ സഹദേവനെ നിന്ദിച്ചതായിരുന്നു 101. തന്റെ ഡിവോട്ടി നിന്ദിച്ചപ്പോ ഉടനെ പോയി. അത് പ്രഭു പറഞ്ഞ പോലെ 100 കവിഞ്ഞു. അത് കാരണം ഇതും കൂടി ഒരു കാരണമാണ്. താൻ എന്താ പറഞ്ഞ 99 വരെ 99, 100, 101, എന്തായാലും അതൊരു കണക്ക് മാത്രം, ഞാൻ പറഞ്ഞു മാത്രം. 99 കഴിഞ്ഞ് 100, ഓക്കെ, അങ്ങനെയെങ്കിൽ 100, അല്ലെങ്കിൽ 100 കഴിഞ്ഞ് 101. എന്തായാലും അത് സഹദേവനെ പറ്റിയിട്ടായിരുന്നു. സഹദേവനെ നിന്ദിച്ചു ആര്? ശിശുപാലൻ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പോയി, അല്ലെങ്കിൽ പോവും. പക്ഷെ ഇതാണ് അതിന്റെ മെയിൻ കാരണം. അതായത് ഭഗവാനെ എത്ര നിന്ദിച്ചാലും കുഴപ്പമില്ല, ഭഗവാൻ. പക്ഷെ തൻ്റെ ഭക്തന്മാരെ നിന്ദിക്കുന്നത് ഭഗവാന് കണ്ടു നിൽക്കാൻ പറ്റില്ല. അതല്ലേ പ്രഹ്ലാദ് മഹാരാജിന്റെ അതായത് പ്രഹ്ലാദ് മഹാരാജിന് അത്രയും ഹിരണ്യകശിപു അത്രയും അട്രോസിറ്റീസ് കാണിച്ചു. പ്രഹ്ലാദ് മഹാരാജിന്റെ ആ ഒരൊറ്റ ആ നിജ ഭക്തന്റെ ആ ഒരു പ്രാർത്ഥന സബലീകരിക്കാൻ വേണ്ടി തൂണിൽ നിന്ന് ഭഗവാൻ വന്നത്. അപ്പൊ ഭക്തവത്സലനാണ് ഭഗവാൻ. അപ്പൊ അതുകൊണ്ട് ആ അപരാധം, എന്നിട്ട് അവസാനം ദുർവാസ മുനി തിരിച്ച് അംബരീഷിന്റെ അവിടെ വന്നിട്ട് മാപ്പ് ചോദിച്ചപ്പോഴാണ് അത് നല്ലിഫൈ ആയത്. അപ്പൊ അത്രയും ഇതാണ് വൈഷ്ണവ അപരാധം. നമ്മളെ ഡിവോഷൻ സർവീസിൽ നമ്മളുടെ ഇമ്പ്രൂവ്മെന്റ്, ചില ആൾക്കാർക്ക് ഇമ്പ്രൂവ്മെന്റ് ഇല്ല എന്ന് കാരണം നമ്മൾ ആദ്യം തന്നെ നോക്കണം വൈഷ്ണവ അപരാധം ചെയ്യുന്നുണ്ടോ. അതൊരു വലിയൊരു സ്റ്റംബ്ലിംഗ് ബ്ലോക്കാണ്, വിഘ്നമാണ് നമ്മളുടെ ഇതിൽ. ഇതാണ് പാപം അപരാധം തമ്മിലുള്ളത്. വളരെ സട്ടിലാണ്, ഇത് ഗ്രോസ് ആണ്. ഇതിന് പരിഹാരം പിന്നീട്, അതായത് സ്ഥൂലമായിട്ടുള്ള പാപങ്ങൾക്ക് വീണ്ടും പരിഹാരമുണ്ട്. ഇതിന് അത്ര പരിഹാരം വളരെ ബുദ്ധിമുട്ടാണ്, ഇതിന്റെ പരിഹാരം. So it's not possible. Therefore, in order for people to become happy in all respects, they must be taught to perform the easy process of Sankirtana Yajna in full Krishna consciousness. Otherwise, there can be no peace or happiness in the world. Okay. വായിച്ചു, കംപ്ലീറ്റ് വായിച്ചു. അപ്പൊ ഇതാണ് അടുത്തത് 14 അടുത്ത ആഴ്ച.
ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. പറയൂ. ഈ ജഗസാക്ഷി പ്രഭുവിന്റെ ക്ലാസ്സിലൊക്കെ തോന്നുന്നു അങ്ങനെ കേട്ടത്. നമ്മള് അറിയാതെ ഇതേമാതിരി ഒരു ഏതെങ്കിലും വൈഷ്ണവനെ എന്താ പറയാ നോവിച്ചതായിട്ട് നമുക്ക് തന്നെ ഒരു ഫീല് വന്നു. എന്നാ അവരോട് ഒന്നും പറയാനും പറ്റില്ല. ഇടയിൽ അങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാല് ഉച്ചക്കുള്ള ഭക്ഷണം സാക്രിഫൈസ് ചെയ്യാനുള്ളത്. നമ്മൾ സ്വന്തം ഒരു റിപ്പൻറ്റൻസ്, പ്രായശ്ചിത്തം ചെയ്യാൻ. പ്രായശ്ചിത്ത അതിലാണല്ലോ വരിക അത്. അറ്റോൺമെന്റ്, പ്രായശ്ചിത്തം. പക്ഷെ എന്താണ്, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ആന പുഴയിൽ പോയിട്ട് കുളിച്ച് തിരിച്ച് കരയിൽ വന്നിട്ട് വീണ്ടും മണ്ണ് വാരി ഇടുന്ന പോലെ ആവരുത് നമ്മുടെ പ്രായശ്ചിത്തം. എന്താണ് കാര്യം, മനസ്സിലായോ? നമ്മള് ഒരു പ്രാവശ്യം ചെയ്തു, അറിഞ്ഞോ അറിയാതെ, അതിന് നമ്മള് പ്രായശ്ചിത്തം, നമ്മള് മാപ്പ് ചോദിച്ചു. വീണ്ടും അതേ തെറ്റ് ആവർത്തിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ തെറ്റ് ആവർത്തിക്കുകയാണെങ്കിൽ ഈ പ്രായശ്ചിത്തം കൊണ്ട് എന്ത് കാര്യമുണ്ട്? നിങ്ങൾ നെക്ടർ ഓഫ് ഇൻസ്ട്രക്ഷനില് സുഖദേവ ഗോസ്വാമിയോട് പരീക്ഷിത് മഹാരാജാവ് ചോദിക്കുന്ന ആ ഒരു കേസ് സ്റ്റഡി വായിച്ചിട്ടുണ്ടാവും പർപ്പോട്ടിൽ, അല്ലേ? നെക്ടർ ഓഫ് ഇൻസ്ട്രക്ഷനില് വായിച്ചിട്ടില്ലേ? കുഞ്ചരസ്നാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ത് കാര്യമുണ്ട് അങ്ങനത്തെ പ്രായശ്ചിത്തം, അങ്ങനത്തെ അറ്റോൺമെന്റ് എന്ത് ഗുണമുണ്ട്? ആണ്. അപ്പൊ നമ്മള് ഒരു തെറ്റ് മനസ്സിലാക്കി അതിന് നമ്മൾ പ്രായശ്ചിത്തം ചെയ്തു, അറ്റോൺമെന്റ് ചെയ്തു. പിന്നെ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ആന ചെയ്യുന്ന പോലെ നന്നായിട്ട് കുളിച്ച് സുന്ദരനായിട്ട് പുറത്ത് വന്നു വീണ്ടും മണ്ണെടുത്തിട്ട് മേലില് ഇടുക. അത് അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല എന്ന്. വാട്ട്സ് എ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ. ഓക്കെ, വേറെന്തെങ്കിലും? എന്തായാലും ഞാനത് ക്ലോസ് ചെയ്യാം. ഭഗവാൻ എത്ര ആയിട്ടാ പറയണത് അല്ലേ? ഒരു മിനിറ്റ് മാതാജി. വാഞ്ചാകൽപതരൂപേശ കൃപാ സിന്ധുവേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, गो प्रेमानंदे हरि हरि।